യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണോ ന ഭവതി പുരുഷോ നോ നപുംസം ന ച സ്ത്രീ നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും തം നമാമി. ലക്ഷ്യോത്ഭ്രഷ്ടസമസ്തദുർഗമജനാൻ സന്മാർഗമാർഗേ നയൻ സുസ്പഷ്ടാമൃതതത്വപൂരിതഗിരാ സർവസ്യ സംചോദക നാനാഭാവവിചിത്രജീവിതരസാനുൽബോധയൻ സർവദാ ബ്രഹ്മാനന്ദസുഖാനുദേശി ഭഗവൻ അധ്യാത്മമൂർത്തേ മമ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്यांश्च ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരിക്കൽ കൂടി വന്നിരിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ അമ്പലപ്പുഴ കണ്ണനോട് ആദ്യമേ നന്ദി പറയട്ടെ. സാധാരണ സപ്താഹങ്ങളിലൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കും, അപ്പം നമ്മൾ അങ്ങോട്ട് പോവാ പതിവ്. ഇവിടെ നേരെ തിരിച്ചാണ്ടായത്. ഒന്ന് രണ്ട് തവണയൊന്നുമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് സംഘാടകരോടൊക്കെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു, ഇന്ന് ഒരു ചാൻസ് തരണേ. ഇവിടെ വന്നിരിക്കാനുള്ള സന്തോഷം കൊണ്ടാണ്, അതിലെ സന്തോഷവും ഈ ഒരു സ്ഥലത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യവും കൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ വന്നിരുന്ന് വായിക്കണം എന്ന് നമുക്ക് തോന്നും, അല്ലെ? അവിടെ ഇരിക്കുമ്പോഴുള്ള ഒരു സന്തോഷത്തെ അത് അധികം തോന്നാത്തൊരു ഭാഗവതം ഇപ്പം എവിടെ ഇരുന്ന് വായിച്ചാലും ഭാഗവതാണെങ്കിലും ഇവിടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇപ്രാവശ്യം ഇങ്ങനെ ഒരു അവസരം കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നതൊക്കെ ഈ ജൂൺ ജൂലൈ കാലത്താണ്, മിഥുനമാസം. കാരണം മിക്കവാറും ഇപ്പോൾ രാജീവ്ജി പറഞ്ഞ വാചകം അടുത്ത സപ്താഹം വള്ളിയൂരിൻ്റെ ആണെന്നുള്ളത് മിക്കവാറും എല്ലാ പ്രാവശ്യവും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊരു എന്താ പറയുക, തുടർച്ചയായിട്ട് ഇതേ മാസം തന്നെ വരിക എന്നുള്ളത് അതും ഒരു സന്തോഷമുണ്ട്. എന്തായാലും കണ്ണൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ ഒരിക്കൽ കൂടി വന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന് കണ്ണനോടും അതുപോലെ അതിൻ്റെ പുറകിലുള്ള സംഘാടകരോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാരായണ വിഷയത്തിലേക്ക് വരാം. ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യമാണ് നമ്മുടെ വിഷയം. ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് ഇവിടെ നിന്ന് പറയേണ്ട, വാസ്തവത്തിൽ ഇവിടെ നിന്ന് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. 375 ഇപ്പൊ പറയുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് 375 എന്ന് പറയും, പക്ഷെ അത് ശരിക്കും കണക്ക് കൂട്ടി നോക്കിയാൽ വലിയൊരു സംഖ്യയാണ്. ഇപ്പോൾ 35ഓളം വർഷമായിട്ടുണ്ടാവണം ഏകദേശം കണക്കൂട്ടിയാൽ. 10 വർഷത്തിലധികമായല്ലോ, 360 ആയാൽ തന്നെ. പിന്നെ ഇടയ്ക്ക് വന്ന ബ്രേക്കുകൾ, ഇടയ്ക്ക് ഒഴിവ് വന്നതും കൂടി കണക്കൂട്ടിയാൽ 35 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. 35 കൊല്ലം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. ഒരു ആയുസിന്റെ 1/3, പൂർണ്ണായുസിന്റെ 1/3. അത്രയും കാലം തുടർച്ചയായിട്ട് സപ്താഹ പാരായണം നടക്കുക എന്നുള്ളത് ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് വലിയ മുടക്കമൊന്നും കൂടാതെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ കാര്യങ്ങൾ നടന്നു പോവുക എന്നുള്ളത് അത് തന്നെയാണ് ഭാഗവതത്തിന്റെ മഹത്വം. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളതാണ്. ഇത് ഇതേപോലെ 375 തവണ ഒരു നാടകമോ ഒരു സിനിമയോ ഒരു നോവലോ ഒരു കഥയോ പാട്ടോ നമ്മൾ കേൾക്കും. 375 പോയിട്ട് 3-മോ 4-മോ ആകുമ്പോഴേക്കും നമുക്ക് എന്തുമാത്രം ബോറടിച്ചു പോവും, നമുക്കത് എന്തുമാത്രം മടുപ്പുണ്ടാകും. 375 കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഭാഗവതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. പതേ പതേ നൂതനയസ്യ അപേക്ഷണം എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ തവണ കേൾക്കുമ്പോഴും പുതിയതായിട്ട് വീണ്ടും അതിലെന്തോ പുതുതായിട്ട് കേൾക്കാനും പുതുതായിട്ട് നമുക്ക് അറിയാനും ഉൾക്കൊള്ളാനും ഉള്ളത് എന്തോ ഒന്ന് കിട്ടണു എന്നുള്ളത് തന്നെയാണ് ഭാഗവതത്തിന്റെ മഹത്വം. പത്മപുരാണത്തിലാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം വർണ്ണിക്കണത്. കാരണം ഭാഗവതത്തിന്റെ മഹത്വം പറഞ്ഞതിലൊരു യുക്തിഭംഗം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഞാൻ വളരെ വിശേഷപ്പെട്ട ആളാണെന്ന്
ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് വേറെ ആളാണല്ലോ പറയേണ്ടത്. അപ്പൊ ഭാഗവതത്തിന്റെ മഹത്വവും ഭാഗവതം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് പത്മപുരാണത്തിലാണ് വിസ്തരിച്ച് വർണ്ണിച്ചത്. പൊതുവെ നമ്മുടെ പുരാണങ്ങളിൽ പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലുമാണ് മറ്റ് പുരാണങ്ങളുടെയും മറ്റ് സ്ഥലങ്ങളുടെയും അതുപോലെ തീർത്ഥക്ഷേത്രങ്ങളുടെയും ഒക്കെ മഹത്വത്തെ കൂടുതലും വർണ്ണിച്ചിട്ടുള്ളത് ഈ രണ്ട് പുരാണങ്ങളിൽ. അപ്പൊ പത്മപുരാണത്തിലാണ് വൈഷ്ണവ പുരാണങ്ങളിൽ കൂടുതലും വിസ്തരിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ടും തീർത്ഥക്ഷേത്രങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. അത് തന്നെ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ് വാസ്തവത്തിൽ പത്മപുരാണത്തിൽ ഈ കഥ വർണ്ണിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ലഭ്യമായ മാഹാത്മ്യ കൃതികളിൽ അങ്ങനെ പറയാറില്ല. അതിൽ ആ ആദ്യ ഭാഗം അങ്ങോട്ട് മാറ്റിവെച്ച് പിന്നീടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഉമാമഹേശ്വര സംവാദം അഥവാ മഹാദേവൻ പറഞ്ഞതായിട്ടോ പാർവതി ദേവിയുടെ ചോദ്യമായിട്ടോ പത്മപുരാണത്തിൽ നമ്മുടെ ലഭ്യമായ മാഹാത്മ്യ ഗ്രന്ഥത്തിലില്ല. പക്ഷെ എന്നിരുന്നാലും ശരി, പത്മപുരാണത്തിൽ ഇത് ക്രമത്തിൽ വരുന്നത് അങ്ങനെയാണ്. ഉമാമഹേശ്വര സംവാദമാണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ മഹത്വവും ഭഗവാന്റെ കഥകളുടെ മഹത്വവും ഭഗവാന്റെ ഇതിഹാസങ്ങളുടെ ഈ മഹത്വത്തെ വർണ്ണിച്ചു കൊടുക്കുന്നയാള് ഭഗവാൻ മഹാദേവനാണ്. മഹാദേവൻ ശങ്കരനാണ് നാരായണന്റെ മഹത്വത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പത്മപുരാണത്തിൽ വർണ്ണിക്കുന്ന ഭാഗവതം അഥവാ ഭാഗവതത്തിന്റെ മാഹാത്മ്യം ഭാഗവത സപ്താഹത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുമായിരിക്കും കുറച്ചും കൂടി ഭംഗി. ഭാഗവതത്തിന്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിലാണ് കൂടുതലും വർണ്ണിക്കാറുള്ളത്. അപ്പോൾ പത്മപുരാണത്തിൽ ആണ് വർണ്ണിച്ചിട്ടുള്ളത് ഭാഗവത സപ്താഹത്തിന്റെ മഹത്വമാണ്. അത് അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. നാരദ മഹർഷി സപ്താഹ ശ്രവണവിധി കുമാരൈഹി തസ്യ ഭാഷിതം. നാരദ മഹർഷിക്ക് സപ്താഹമായിട്ട് കേൾക്കാനുള്ള വിധി സനൽകുമാരന്മാരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സപ്താഹമായിട്ട് കേൾക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ഭാഗവതത്തെ സപ്താഹമായിട്ട് തന്നെ കേൾക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് ഏത് തരത്തിൽ വേണമെങ്കിലും കേൾക്കാം. മാഹാത്മ്യത്തിലും പിന്നെ ഭാഗവതത്തിലും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ എന്നാണ്. സദാസേവ്യ ആണ്. ഏതെങ്കിലും ഒരു തവണയോ ഒരു സമയത്തോ കുറച്ച് സമയത്തേക്കോ അല്പസമയത്തേക്കോ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് സദാസേവ്യ എല്ലായ്പ്പോഴും സേവിക്കേണ്ടതാണെന്ന്. അതുകൊണ്ട് അതിന് മാത്രമല്ല, അത് എങ്ങനെ വേണം വായിക്കാൻ, സപ്താഹത്തിന്റെ വിധി പറയാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ വിഷയമായിട്ട് പറയണത് തന്നെ ഇത് ദിനാന നിയമോ നാസ്തി, കേൾക്കാൻ അങ്ങനെ ഒരു നിയമവും ഇല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് തന്നെ. എന്നിട്ടാണ് 7 ദിവസത്തെ കഥ പറഞ്ഞത്. ഈ 7 ദിവസത്തിലേക്ക് വരാനുള്ള ഒരു യുക്തി അഥവാ ഒരു കാരണം സ്കന്ദപുരാണത്തിൽ അത് കുറച്ചും കൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. അവിടെ പറയാനുള്ള ഒരു കാരണം പറയുന്നത് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സപ്താഹമായിട്ട് നടക്കുകയാണെന്ന് പാരായണമായിട്ട് പഠനമായിട്ട് നടക്കുകയാണെന്ന് വിചാരിക്കാം. നമ്മുടെ തുടക്കത്തിൽ പഠിച്ച കാര്യം കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അഥവാ ഈ നമ്മുടെ ഓർമ്മശക്തിയുടെ ഒരു കുഴപ്പം കൊണ്ട് ആദ്യം പറഞ്ഞ കാര്യം കുറെ കഴിയുമ്പോഴേക്കും വിട്ടുപോകും. വൃന്ദാവനത്തിൽ ഞങ്ങൾ ഒരു ആശ്രമത്തിൽ പോയിട്ട് താമസിച്ചപ്പോൾ അവിടെ ആശ്രമത്തിൻ്റെ ശ്യാമാശ്യാമ ആശ്രമം, അങ്ങനെ ഒരു ആശ്രമത്തിൽ താമസിക്കണ്ടേ. അപ്പം അവിടെ ലഡു ഗോപാൽ എന്നുള്ള ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. ഗോപാൽജി, ലഡു ഗോപാൽജി എന്നാണ് ആ ആശ്രമത്തിലെ ആചാര്യന്റെ പേരും. ആളുടെ പേരും അത്. ആള് കണ്ടാലും അങ്ങനെയൊക്കെ തന്നെ, ഒരു നല്ല തട്ടിച്ച് ഉരുണ്ടിട്ട് ഒരാള്, നല്ല തടി, നല്ല രൂപം. അദ്ദേഹം ഇപ്പോൾ ഒരു 65 വയസ്സ് 70 വയസ്സൊക്കെ പ്രായമുണ്ടാവും. ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് അവിടെ ഭാഗവതം പഠനം ആരംഭിച്ചിട്ടുണ്ട്, അച്ഛൻ. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന് 70 വയസ്സായി. ഇപ്പൊ ഇത് എത്ര കാലമായിട്ടുണ്ടാവും? നമ്മുടെ 35 കൊല്ലമൊക്കെ അവരുടെ കണക്കിൽ വളരെ ചെറിയ കാലഘട്ടമാണ്. അവർക്ക് 100 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അച്ഛനും കഴിഞ്ഞ് മകൻ ഇത്രയും കാലമായപ്പോഴേക്കും ഒരു 100 കൊല്ലമൊക്കെ ആയിട്ട് ഭാഗവതം കേട്ടുകൊണ്ടേയിരിക്കും നിരന്തരം. നമ്മുടെ ഇതിപ്പോ മാസത്തിലൊരിക്കലല്ലേ, അവിടെ അങ്ങനെയല്ല. എല്ലാ ദിവസവും ഭാഗവതം ചുരുങ്ങിയത് അവർ 5-10 അധ്യായം ചുരുങ്ങിയത് വായിക്കും. സമയമുള്ളതിനനുസരിച്ചിട്ട് കൂടുതലുണ്ടാവും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മണിക്കൂറൊക്കെ പ്രഭാഷണം. പിന്നെ വൃന്ദാവനവാസികളായതുകൊണ്ട് അവർ വേറെ എവിടെയും പോവില്ലല്ലോ, നമ്മുടെ പോലെ വേറെ തിരക്കുകൾ, വേറെ യാത്ര. അവർ വൃന്ദാവനത്തിന്റെ ആ പരിധിയുടെ പുറത്തേക്ക് പോയില്ല എന്ന് അവർക്ക് വ്രതം ഉള്ളത് കൊണ്ട് എവിടെയും പോകാനില്ല. എല്ലാ ദിവസവും എത്ര വർഷമായിട്ടുണ്ടാവും ആ നിരന്തരം ഭാഗവതം കേൾക്കുക. എന്നിട്ടും അവര് കഴിഞ്ഞിട്ടില്ല, അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണം എന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ നിരന്തര മനനം കൊണ്ട് നമ്മുടെ ഓർമ്മയിൽ അത് വീണ്ടും 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 ആവർത്തിച്ച് ഉറപ്പിക്കാം. പക്ഷെ അതിലുള്ള ഒരു ചെറിയ ദോഷം എവിടെയായിരിക്കണം വെച്ചാൽ നമ്മൾ ഗൗരവത്തിൽ പഠിക്കുകയാണ്. ശ്ലോകങ്ങൾ, അർത്ഥങ്ങൾ, ആശയങ്ങളെ പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തുടക്കത്തിലുള്ളതൊക്കെ വിട്ടുപോകും. പിന്നെ നമ്മുടെ ആയുസ്സും മന്ദായുഷ
മന്ദപ്രജ്ഞ എന്നൊക്കെയുള്ള നമ്മളെ വിശേഷിപ്പിക്കുന്നത് ഭാഗവതം തന്നെ. മന്ദ ആയുസ്സാണ്, ആയുസ്സും വളരെ കുറവാണ്, ബുദ്ധിയാണെങ്കിൽ അതിനേക്കാൾ കുറവാണ്, നമുക്കത് ഓർത്തിരിക്കാനുള്ള കഴിവും കുറവാണ്. അതുകൊണ്ട് ആദ്യം പഠിച്ചതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കുറച്ച് കഴിയുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് നമ്മൾ വിട്ടുപോകും. അത് മനുഷ്യ സഹജമാണ്, ആരുടെയും കുഴപ്പമില്ല. അതിന് നമ്മൾ സങ്കടപ്പെട്ടിട്ട് ആവശ്യമില്ല. കാരണം ഭഗവാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, മത്തസ്മൃതി ജ്ഞാനം അപോഹനം ച. എൻ്റെയാണ് ഓർമ്മ, എൻ്റെയാണ് അറിവ്, എൻ്റെയാണ് മറവി. ഒക്കെ ഉടമസ്ഥൻ ആരാണ്? ഒക്കെ ഭഗവാനാണ്. അപ്പൊ ഭഗവാന് ആവശ്യമാകുമ്പോൾ ഭഗവാൻ ഓർമ്മിപ്പിക്കും, ഭഗവാൻ ആവശ്യമാകുമ്പോൾ ഭഗവാൻ അറിയിപ്പിക്കും, ഭഗവാന് അത്യാവശ്യം തോന്നിയാൽ ഭഗവാൻ അത് മറപ്പിക്കുകയും ചെയ്യും. മറന്നു പോകാനും ഉത്തരവാദി ആരാ? അതും ഭഗവാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറന്നുപോയി എന്നുള്ളത് നമുക്കൊരു പരിഭ്രമമാവേണ്ട വിഷയമൊന്നുമില്ല. നമുക്ക് മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. സമയമാവുമ്പോൾ ഓർക്കേണ്ട വിഷയം ഭഗവാൻ തന്നെ ഓർമ്മിപ്പിച്ചു. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ അറിവ് ഉള്ളിലേക്ക് വന്ന് വീണത് ഒരിക്കലും നശിച്ചു പോവില്ല. ആലിന്റെ വിത്ത് പോലെ എന്നൊക്കെ ഉദാഹരണം പറയാറുണ്ടല്ലോ. അത് ആലിന്റെ വിത്ത് എവിടെ പോയി വീണാലും അതിങ്ങനെ കറങ്ങി എവിടെയെങ്കിലും ഒരു വേര് ഓടാൻ ഒരു ഇത്തിരി അവസരം കിട്ടിയാൽ അത് വേര് പിടിച്ച് വലുതാവും. അതുപോലെയാണ് അറിവിന്റെ കഥയെന്ന് പറയാറുണ്ട്. അത് ഉള്ളിൽ വീണത് അവിടെ കിടക്കും. ഏതാണോ സമയം സന്ദർഭവും അനുകൂലമായിട്ട് വരുന്നത് അപ്പോൾ അത് പുറത്തേക്ക് ആവിഷ്കരിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ മറന്നുപോയി എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല. പക്ഷെ എന്നിരുന്നാലും ശരി, നമ്മുടെ ഒരു സാമാന്യ ലോകത്ത് മറന്നുപോയാൽ നമുക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണല്ലോ നമ്മുടെ ഒരു ധാരണ. അതുകൊണ്ട് ഈ ദീർഘകാലം എന്നുള്ളത് അപകടമാണ്. പിന്നെ ഉള്ളത് അടുത്തത് കലിയുഗം വന്നപ്പോൾ നമ്മുടെയൊക്കെ ഒരു സാമാന്യ രീതി ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ഒക്കെ ഷോർട്ടായിട്ട്, വളരെ ചെറുതായിട്ട്, വളരെ വേഗത്തിൽ കിട്ടണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പലതും നഷ്ടമാവുകയും ചെയ്യും. നമുക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സമയം കിട്ടില്ല. അപ്പോൾ 1 മണിക്കൂർ ക്യാപ്സ്യൂൾ ഫോമിൽ ഭാഗവതം, ഹാൻഡ് ബുക്ക് ഓൺ ഭാഗവതം എന്നൊക്കെ കാണാം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ അത് ഹാൻഡ് ബുക്കായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അത് മൈൻഡിലേക്ക് എത്താൻ ഇച്ചിരി വിഷമം വരും. അത് ഹാൻഡിൽ തന്നെ ഇരിക്കുള്ളൂ, കയ്യിലുണ്ടാവുള്ളൂ. ഉള്ളിലേക്ക് കുറഞ്ഞു പോകും. അത് വിഷയത്തെ വേണ്ട പോലെ അറിയാനും പറ്റില്ല. അപ്പോൾ വല്ലാതെ കുറയാനും പാടില്ല, വല്ലാതെ ദീർഘമാവാനും പാടില്ല, അതിൻ്റെ ഇടയ്ക്ക് കിട്ടണം. അത് ആലോചിച്ചിട്ടാണ് ഋഷികൾ ഈ സപ്താഹ വിധിയായിട്ട് നിശ്ചയിച്ചത്. അപ്പോൾ 7 ദിവസം നമുക്ക് 2-3 ഗുണമാണ്. ഒന്ന്, നമ്മുടെ ഒരു പൊതുവേ നമുക്കിപ്പോൾ 6-7 ദിവസം തുടർച്ചയായിട്ട് ഒരേ കാര്യം ചെയ്താൽ അതൊരു ശീലമായിട്ട് നമ്മുടെ ഉള്ളിൽ അനുവർത്തിക്കപ്പെടും. 14 ദിവസമാണ് പൊതുവെ ഈ ആയുർവേദത്തിലെ ചികിത്സാ രീതികളിൽ, അതുപോലെ പല വിഷയങ്ങളിലും നമ്മൾ ഈ 14 ദിവസത്തിന് കണക്ക് പറയാറുണ്ട്. 2 ആഴ്ചയാണ്. ഒരാഴ്ച നമ്മളൊരു ശീലം കൊണ്ടുവന്നാൽ അത് ക്രമേണ നമ്മുടെ ഒരു ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധയോട് കൂടിയിട്ടിരുന്നാൽ 7 ദിവസം കൊണ്ട് ഭാഗവതത്തെ നമുക്കൊരു ശീലമാവും. ഭാഗവത സപ്താഹം ചിട്ടപ്പെടുത്തി വെച്ചത് ഭാഗവതം പഠിപ്പിക്കാനല്ല, നമുക്ക് ആദ്യം നല്ല ബോധ്യം വരണം. ഭാഗവതം 7 ദിവസം കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടേ അല്ല, 7 ദിവസം കൊണ്ട് ഭാഗവതം പഠിക്കണമെന്ന്, ഭാഗവതത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്നും നമുക്ക് നല്ല ഉറപ്പുണ്ടാവാനും പഠിക്കണമെന്ന ആഗ്രഹം ഉറപ്പിക്കാനും വേണ്ടിയാണ്. അത് വാസ്തവത്തിൽ ഭാഗവത സപ്താഹത്തിന്റെ പ്രധാന പ്രയോജനം പഠന വിഷയത്തിലുണ്ടാവും. പിന്നെ സാധന വിഷയത്തിൽ അതങ്ങനെയല്ല. നമ്മൾ ഒരു 7 ദിവസം ബാക്കി നമ്മുടെ സർവസ്വം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് സപ്താഹത്തിന് ഉദ്ദേശിക്കുന്ന രീതി. ഇപ്പൊ എന്തിനാ സപ്താഹത്തിൽ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ രാത്രി ഭക്ഷണമൊക്കെ കൊടുത്ത ആൾക്കാരൊക്കെ വരും ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്? ഈ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ഒരു പരിവ്രാജകനാവുകയാണ് കുറച്ച് സമയത്തേക്ക്. ഈ ഒരു 7 ദിവസത്തേക്ക് നമ്മുടെ മറ്റ് തിരക്കുകളെയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിവെച്ച് ബാക്കിയുള്ള ലോകത്ത് നിന്ന് പൂർണ്ണമായും വിട്ട് നമ്മളൊരു 7 ദിവസം ഇരിക്കുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ലഘുവായ സന്യാസം. കുറച്ച് ദിവസം സന്യാസത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിലും നമ്മൾ സന്യസിക്കുകയാണ്, സമ്യക്കായിട്ട് നസിച്ച് കളയുകയാണ്. നമ്മുടെ ബാഹ്യമായ വ്യവഹാരങ്ങളെയും അതിലുള്ള തിരക്കുകളെയും ഒക്കെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റിവെച്ച് ഈ 7 ദിവസം നമ്മളൊരു ഭാഗത്ത് ഇരിക്കുക. അപ്പം നമ്മുടെ മറ്റ് വ്യവഹാരങ്ങളൊക്കെ കുറയുന്നത് കൊണ്ട് ചിന്തകളുടെ ബാഹുല്യവും സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ അധികം ആലോചിക്കാണ്ട്, മറ്റത് ഇപ്പോൾ രാവിലെ എണീറ്റാൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഓഫീസിലെ തിരക്കുകൾ ആലോചിക്കണം, അങ്ങനെ പല 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് ഒരു 7 ദിവസം ഇരിക്കുമ്പോൾ മറ്റുള്ളതിൽ നിന്ന് പൂർണ്ണമായും നമ്മളെ തന്നെ ഉള്ളിലേക്ക് ഒതുക്കി നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അതുകൊണ്ട് ശ്രീമദ് ഭാഗവത സപ്താഹം 7 ദിവസമാക്കി വെക്കുന്നത് ഒരു സാധന എന്നുള്ള നിലയ്ക്കും നമുക്ക് വളരെ പ്രയോജനമാണ്. ഈ 2 വിഷയങ്ങൾ സാധന എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മളതിനെ ഉപയോഗിക്കേണ്ടത്, അഥവാ അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും, ഇതാണ് ഒരു പ്രധാന ചോദ്യം. ഭാഗവത സപ്താഹത്തിന്റെ മാഹാത്മ്യത്തിലെ 2 കഥകളാണ്. കഥ ഇവിടെ വളരെ വിസ്തരിച്ച് പറയേണ്ട വിഷയം ഉണ്ടാവില്ലായിരിക്കും.
എല്ലാവരും ധാരാളം കേട്ടിരിക്കണമുണ്ട്. കഥയെ കുറിച്ചല്ല. ഈ രണ്ട് കഥകൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സാധന, 7 ദിവസം കൊണ്ട് സാധനാനുഷ്ഠാനം എന്ന നിലയ്ക്ക് നമുക്ക് ഭാഗവതം എന്ത് പ്രയോജനം ചെയ്യും, അതാണ് ഒരു വിഷയം. രണ്ട്, പഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഭാഗവതത്തെ പഠിക്കാൻ ഏത് തരത്തിലാണ് നമ്മളെ ഈ 7 ദിവസം സപ്താഹമായിട്ട് കേട്ടാൽ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തും. ഈ രണ്ട് വിഷയമാണ് മഹാത്മ്യമായിട്ട് സൂചിപ്പിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. പിന്നെ പുരാണങ്ങളിലെ വിഷയങ്ങൾക്ക് എന്താ വെച്ചാൽ, നോക്കിക്കാണുന്ന ആൾക്കും സ്ഥലത്തിനും അനുസരിച്ച് അനേകം ആശയങ്ങൾ അതിൽ ഉണ്ടാക്കാം. ഒരേ ശ്ലോകത്തിന് അനേകായിരം ആശയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായതുകൊണ്ട് വേദവ്യാസ മഹർഷിയുടെ ചിന്തകളുടെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആവിഷ്കാരത്തിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു കഥ തന്നെയുണ്ട്. എന്താ പറയുക, കാളിദാസൻ വേദവ്യാസ മഹർഷിയുടെ ശ്ലോകങ്ങളെ പൂരിപ്പിക്കാൻ, അഥവാ അതിനെ കുറച്ചും കൂടി വികസിപ്പിക്കാൻ എഴുതാൻ വേണ്ടി ഉദ്യമിച്ചു വന്നു. അപ്പോൾ ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടു വന്നാണ്. കാളിദാസന് ഒന്നേ അറിയുള്ളൂ, വ്യാസോ നവ, വ്യാസന്റെ ഒരു വാക്കിന് 9 അർത്ഥം കാണുന്നു. അതുകൊണ്ട് വ്യാസനെ പൂരിപ്പിക്കാൻ പ്രവർത്തിക്കണ്ട എന്നുള്ളൊരു ആശയം പറയാറുണ്ട്. വേദവ്യാസ മഹർഷിയെ പറഞ്ഞതിനെ പൂർണ്ണമായി വേറെ ഒരാൾക്ക് ആവിഷ്കരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ സർവജ്ഞോ വേദവ്യാസ. നമുക്കിവിടെ വേറൊരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, നാളെ വ്യാസപൂർണിമയാണെന്നുള്ളത്. നാളെ 1-ാം ദിവസം വേദവ്യാസ മഹർഷിയുടെ ജയന്തി ദിനത്തിൽ തന്നെയാണ്. നാളെയാണല്ലോ ഇപ്പോൾ വ്യാസനാരദ സംവാദവും വേദവ്യാസന്റെ കഥയൊക്കെ പറയേണ്ടത്. അത് നാളെ തന്നെ പറയാന്നുള്ളത് ഒരു മഹാഭാഗ്യം. കുറേ ഭാഗ്യങ്ങളുടെ ഒരു ചർച്ചയാണ് ഈ സപ്താഹം എന്ന് തോന്നുന്നു. എന്തായാലും അപ്പൊ വേദവ്യാസ മഹർഷിയുടെ ഓരോ ആശയങ്ങൾക്കും അനേക അർത്ഥമുള്ളത് കൊണ്ട് പത്മപുരാണത്തിൽ പറഞ്ഞതിന് ഈ ഒരു ആശയം മാത്രമല്ല, പലതരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. അതിൽ ഒരാശയത്തെയാണ് എടുത്തു പറഞ്ഞത്. ഭാഗവത സപ്താഹത്തെ പത്മപുരാണത്തിലെ മാഹാത്മ്യത്തിലൂടെ കാണിച്ചു തരുന്നത്, ഭാഗവത സപ്താഹം 7 ദിവസമായിട്ട് കേട്ടാൽ സാധനാതലത്തിൽ നമുക്ക് എന്ത് പ്രയോജനം ചെയ്യും, അതുപോലെ പഠന വിഷയത്തിൽ നമുക്ക് എന്ത് പ്രയോജനം ചെയ്യും. ഈ 2 തരത്തിലാണ് വിഷയം എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ സാധനാതലത്തിൽ എന്താ പ്രയോജനം? ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് അവർക്ക് വന്നു ചേർന്നിട്ടുള്ള അവരുടെ വൈപരീത്യം, അവരുടെ ജരാനരകളെ, അവരുടെ ജീർണതയെ ഉദ്ധരിക്കാനുള്ള ഉപായം എന്താണെന്ന് അന്വേഷിക്കുകയാണ് നാരദ മഹർഷി. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഭാരതത്തിൽ മുഴുവൻ പര്യടനം ചെയ്യും. വൃന്ദാവനത്തിൽ വെച്ച് ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും കണ്ടുമുട്ടുകയും അവിടെ വെച്ച് ഭക്തിദേവി യുവതിയായ അമ്മയും വൃദ്ധരായ മക്കളും എന്ന വിപരീതമായ ഒരു കാഴ്ച കാണുകയും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയൊക്കെയാണ് ഉണ്ടായത്. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ബദ്രീനാഥത്തിൽ വെച്ചിട്ട് സനകാദികളെ കണ്ടുമുട്ടുന്നതും അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഗംഗാതീരത്ത് വെച്ച് വളരെ വിപുലമായ ഒരു ഭാഗവത സപ്താഹ യജ്ഞം അദ്ദേഹം ആരംഭിക്കുന്നത്. സനകാദികൾ തന്നെയാണ് അവിടെ ആചാര്യനായിട്ട് ഇരിക്കുന്നതും അവർ തന്നെയാണ് കഥ പറയാൻ തുടങ്ങുന്നതും. അതാണ് ആദ്യത്തെ സപ്താഹ യജ്ഞത്തെ തുടങ്ങിയത്. അപ്പോൾ അവിടെ സനകാദികൾ ഈ സപ്താഹയജ്ഞം ആരംഭിക്കുമ്പോൾ, അഥവാ ഈ സപ്താഹത്തിനെ മാഹാത്മ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഒരുമിച്ച് ശ്രേയസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആണ് പൊതുവെ നമ്മളൊക്കെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോയാലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പൊതുവെ ആദ്യമേ പറയാറുള്ള ഒരു വാചകമാണ് ഭക്തി പ്രഭാഷണം. എന്നുവെച്ചാൽ പൊതുവെ ഉള്ള ഒരു ധാരണ ഭക്തിയാണ് വർദ്ധിപ്പിക്കേണ്ട വിഷയം എന്നാണ്. നമ്മളൊക്കെ ഭക്തിയെ കുറിച്ചാണ് പറയുക. പക്ഷെ ഭാഗവതം മുമ്പോട്ട് വയ്ക്കുന്ന ആശയം, ആദർശം ഭക്തി മാത്രമല്ല. കേവലം ഭക്തി മാത്രമായ പോരാ. ഭക്തിയുടെ പുത്രന്മാരാണ് ജ്ഞാനവും, ഭക്തിയുടെ പുത്രനാണ് വൈരാഗ്യവും. അവരോട് ഒരുമിച്ച് വേണം. ഭാഗവതം ആവർത്തിച്ച് പറയാം. ഒരു ഗ്രന്ഥത്തിന്റെ പ്രധാന വാദങ്ങൾ, അഥവാ ഒരു ഗ്രന്ഥം മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ ആ ഗ്രന്ഥത്തിൽ പലതവണ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിച്ച് പറയും. എന്നാലാണല്ലോ നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഭാഗവതത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു വാചകമാണ് എത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം എന്നാണ്. ഇവിടെ നൈഷ്കർമ്മ്യമോ ഭക്തിയോ മാത്രമല്ല, ജ്ഞാന വിരാഗ സഹിതം, ജ്ഞാനവും വൈരാഗ്യവും ചേർന്നിട്ടുള്ള ഭക്തിയാണ് വിഷയം. ഭക്തി മാത്രം പോരാ എന്നുള്ളതാണ് ഭാഗവതം ഉദ്ദേശിക്കുന്നത്. കാരണം ഭക്തി മാത്രം പലപ്പോഴും പ്രകടനമായിട്ട് അവസാനിക്കാൻ ഒരു സാധ്യതയുണ്ട്. ആണെന്നല്ല, ഇതിലെ വിഷയം ഭക്തി എങ്ങനെ നമുക്ക് തൂക്കി നോക്കാൻ പറ്റും? ഒരാൾ ഭക്തനാണോ എന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? നമുക്കിത് തൂക്കി നോക്കാൻ സ്കെയിലില്ലല്ലോ. മറ്റൊരാളുടെ ഭക്തിയെ വിശകലനം ചെയ്യാനോ
വിമർശിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ടൂളില്ല, നമുക്കൊരു അളവ് പോലില്ല, ഒരു മാനദണ്ഡം നമ്മുടെ കയ്യിലില്ല, നമുക്കത് സാധ്യമല്ല. ഭക്തി ഒരാൾ ഭക്തനാണോ എന്ന് പറയാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? അത് ഭഗവാന് മാത്രം സാധിക്കുന്ന ഒരു വിഷയം. നമുക്ക് പോലും പറ്റില്ല. എനിക്ക് ഭക്തി ഉണ്ടെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല, ഇല്ല എന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല. കാരണം ഞാൻ രണ്ടും എനിക്ക് അപകടമാണ്. എന്താ പറയാ, സാന്ദർഭികമായിട്ട് പറയും, കുചേലന്റെ ഇപ്പൊ പ്രശസ്തമായ പാട്ടില്ല അജിതാഹരെ, ആ പാട്ടില് ഒരു അപകടം പിടിച്ച ഒരു വാചകമുണ്ട്. ഇത് കുചേലന് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നുള്ള ഒരു ആശ്ചര്യ വാചകൻ. മാതൃശ എന്നെ പോലെയുള്ള ഭക്തന്മാർക്ക് ദുരിതം വന്നു ചേരുമോ എന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് കുചേലൻ. അതൊരു അപകടം പിടിച്ച വാചകം. എന്നെ പോലുള്ള ഭക്തൻ എന്ന് സുധാമാവിന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ സുധാമാവ് ധാർഷ്ട്യവും അഹങ്കാരമുള്ള ആളാണെന്ന് വിലയിരുത്തപ്പെടും. ഞാൻ ഭക്തനാണെന്ന് സുധാമാവ് സ്വയം പറഞ്ഞാൽ അത് എങ്ങനെയാണ് കൂട്ടാൻ പറ്റും? അത് പറയാൻ പറ്റില്ല. ഞാൻ ഭക്തനല്ല എന്ന് പറഞ്ഞാലോ, ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ ഭക്തനല്ല എന്ന് പറയാൻ പറ്റും? അത് പറ്റില്ല. ആണെന്നും പറയാൻ വയ്യ, അല്ലെന്നും പറയാൻ വയ്യ. ഒരു അപകടം പിടിച്ച ഒരു വാചകമാണത്. അവിടെ അങ്ങയിലുള്ള ഭക്തി എന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന അപൂർവം ആൾക്കാരിൽ ഒരാളാണ് സുധാമാവ് എന്നുള്ളതാണ് ആ വാചകത്തിന്റെ മഹത്വം. ഭാഗവത്തിലെ വാചകം കടമെടുത്തിട്ടാണ് ആ വാചകമാണ് അവിടെ എഴുതിയത്. ഈ അജിത എന്നുള്ള പേരും ഈ വാചകവും ഒക്കെ സുധാമാവിന്റെ ചരിത്രത്തിൽ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞ ആശയം തന്നെയാണ് അവിടെ എടുത്ത് എഴുതിയത് എന്നുള്ളത് കൊണ്ടാണ് ആ കൃതിക്കൊക്കെ ഒരു പ്രത്യേകത കൂടുതൽ വരുന്നത്. കേൾക്കുമ്പോൾ മധുരം കൂടുതൽ തോന്നുന്നത്, അതിലെ വാചകങ്ങൾക്ക് മധുരം തോന്നുന്നത് വ്യാസന്റെ ആശയം തന്നെയാണ് അവിടെ എഴുതി വെച്ചത്. അജിത എന്ന പേരടക്കം ഭാഗവതം സുധാമാവിന്റെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ അജിതം പരാജിതം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അജിതനായ ഭഗവാനെ സുധാമാവ് പരാജയപ്പെടുത്തിയ കഥയാണെന്ന് അതാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആ വാചകം തന്നെയാണ് അജിത എന്ന് എടുത്തിട്ട് അവിടെ തുടങ്ങിയത്. അതാണ് ആ കഥയുടെ മഹത്വം. വിഷയതല്ല. പറഞ്ഞു വന്നത്, ഞാൻ ഭക്തനാണ്, എനിക്ക് ഭക്തി ഉണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഭക്തിയെ തൂക്കി നോക്കുക അഥവാ ഭക്തിയെ വിലയിരുത്തുക, ഭക്തി ഉണ്ടെന്ന് പറയാ ഇല്ലെന്ന് പറയാം, അത് രണ്ടിനും നമുക്കിപ്പോൾ സാധ്യമല്ല. ജ്ഞാനവും വൈരാഗ്യവും ഇതേപോലെ തന്നെയാണ്. ഉണ്ട് എന്ന് പറയാനും ഇല്ലെന്ന് പറയാനും വയ്യ. ഭാഗവതത്തിൽ പലയിടത്തും ഈ അപകടം മുമ്പിൽ കാണിക്കുന്നുണ്ട്. കർദമ പ്രജാപതി സ്തുതിക്കുന്നിടത്തുണ്ട്. കർദമന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. കർദമ പ്രജാപതിക്ക് ഞാൻ അങ്ങയുടെ മായയിലെ അടിമപ്പെട്ടയാളാണെന്ന് പറയാനും വയ്യ. കാരണം ഭഗവാൻ മുമ്പിൽ നിൽക്കുമ്പോൾ മായ ഉണ്ടാവില്ലല്ലോ, അത് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ജ്ഞാനം ഉദിച്ചിട്ടുണ്ട് എന്ന് ഭഗവാന്റെ മുമ്പിൽ പറയാനും പറ്റില്ല. മാർക്കണ്ഡേയനെ പോലെ വെള്ളത്തിൽ ഓടേണ്ടി വരും. ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അപകടമാവും. ഇല്ല എന്ന് പറഞ്ഞാൽ ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യാണ്, അത് പറ്റില്ല. ഇങ്ങനെ കുറെ ഭക്തന്മാരുടെ മുമ്പിലുണ്ട്. പ്രഹ്ലാദന്റെ സ്തുതിയിലുണ്ട്. ഇവിടെയൊക്കെ അതിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ആലോചിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു വിഷയമാണ്. ഭക്തനാണെന്നോ ജ്ഞാനിയാണെന്നോ എനിക്ക് വൈരാഗ്യം ഉണ്ടെന്നോ, ഉണ്ട് എന്നും പറയാൻ വയ്യ, ഇല്ല എന്നും പറയാൻ വയ്യ. കാരണം ഇത് രണ്ടും പറയാൻ വയ്യ. ഇത് ഭഗവാന് മാത്രം നിശ്ചയിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നിരിക്കെ നമുക്ക് മറ്റൊരാളെ ഒട്ടും തൂക്കി നോക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ കാര്യം തന്നെ എനിക്ക് പറയാൻ വയ്യ എന്നിരിക്കെ മറ്റൊരാളെ കാര്യം എങ്ങനെ പറയാൻ പറ്റും? അയാൾക്ക് ഭക്തി ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യ. കേവലം ഭക്തി സാധകനെ സംബന്ധിച്ച് ചിലപ്പോൾ പ്രകടനത്തിൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഋഷിമാർ നമുക്കൊരു മുൻകരുതൽ എന്ന പോലെ പറയാം. വെറുതെ പ്രകടനമായി പോയിട്ട് പലരും എന്താ പറയാ, അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് കേട്ടോ. ആരും മറ്റുള്ളവരെ മുമ്പിൽ വേഷം കെട്ടി ഈ വേഷം കെട്ടലെ കൊണ്ട് ഉപജീവനം നടത്താൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടേ അല്ല വിഷയം. അവരെ കുറിച്ച് പറയാനില്ലല്ലോ, അത് കള്ളന്മാരാണെന്നുള്ളത് സുവിദിതമായതുകൊണ്ട് അതോട് പറയേണ്ട വിഷയമേ ഇല്ല. അവരെ കുറിച്ചിട്ടല്ല പറയണത്. സ്വയമേവ തെറ്റിദ്ധരിച്ച് ഞാൻ ഭക്തനാണെന്ന് തെറ്റിദ്ധരിച്ച ആളെ കുറിച്ചിട്ടാണ് ഇവിടുത്തെ വിഷയം. അത് പ്രകടനത്തിൽ പോയി പോകും. അങ്ങനെ ഉറക്കെ നാമം ജപിക്കുന്നതോ അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള ചടങ്ങുകൾ ചെയ്യുന്നതോ അതൊക്കെ ആണെന്ന് ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് സ്വന്തം ജീവിത അപകടത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അത്ര കരുതലോടുകൂടി ഋഷികൾ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് കേവലം ഭക്തി മാത്രമായാൽ പോരാ, കൂടെ തുല്യമായിട്ട് ജ്ഞാനവും വൈരാഗ്യവും കൂടി വേണം. അതിനുവേണ്ടിയാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് ഭഗവാന്റെ പക്ഷത്തില് ഭഗവാനെ നമുക്ക് എന്തുണ്ടെന്നുള്ള ചോദ്യമേ ഇല്ല. എന്ന് മാത്രമല്ല, ഭഗവാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗീതയിൽ അവസാനിപ്പിച്ച് പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇത് നിങ്ങൾ ഭക്തിയെ കുറിച്ചിട്ട് ആലോചിച്ചത്, ഞാൻ എത്ര ഡിഗ്രി ഭക്തിയുണ്ട്, ഉത്തമൻ മധ്യവൻ പ്രാകൃതനൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ എവിടെ ഇതൊന്നും ആലോചിച്ച് തലവയ്ക്കണ്ട. ഈ ജ്ഞാനത്തെ കുറിച്ചിട്ടോ ധർമാധർമ്മം ഇതൊന്നും ആലോചിക്കണ്ട. മാമേകം ശരണം വ്രജ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പാത അവിടെ കാണിച്ചു വെച്ചിട്ട് നമ്മളോട് പറയാം, ഇത് നമ്മളുടെ അപകടം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. ജ്ഞാനവും വൈരാഗ്യവും കൂടെ വേണം, അത് തുല്യമായിട്ട് വേണം എന്ന് ഓർമ്മിപ്പിച്ചു തരും. ഇവിടെ സാധകന്റെ പക്ഷത്തില് നാരദ മഹർഷി നമുക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. ഭക്തിക്കോ ജ്ഞാനത്തിനോ വൈരാഗ്യത്തിനോ അത് കഥാരൂപത്തിൽ നമുക്ക് തന്നെ അറിയാലോ, അവർക്ക് വലിയ ആവശ്യം ഉണ്ടാവില്ല. ഇത് നമുക്കാണ് ആവശ്യം. നാരദ മഹർഷി നമ്മളോടുള്ള
അകൈതവമായ കാരുണ്യം, ഉപയോഗിക്കാവുന്ന ഒറ്റ ഒരു വാക്കതാണ് അകൈതവമായ. പ്രത്യേകിച്ച് തിരിച്ചൊന്നും, അകൈതവം എന്നുള്ള വാക്കിന് വളരെ ഗൗരവമുള്ള ഒരു അർത്ഥമുണ്ട്. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം എന്നുള്ള അർത്ഥം, കപടം. തിരിച്ചെന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയല്ല നാരദ മഹർഷിയുടെ അന്വേഷണം. നാരദ മഹർഷിക്ക് തിരിച്ചൊന്നും കിട്ടാനില്ല, കൊടുക്കാനുമില്ല. നമ്മളിപ്പോൾ എന്താ കൊടുക്കുക നാരദ മഹർഷിക്ക്? വേദവ്യാസന നാരദൻ നമുക്ക് തിരിച്ചെന്താ കൊടുക്കാൻ പറ്റും? റോയൽറ്റിയോ ക്രെഡിറ്റിനോട് ഒന്നും കൊടുക്കാനില്ലല്ലോ. നമുക്ക് അവരോട് ആകെപ്പാടെ സാധിക്കണത് എന്താ? ഇതുപോലത്തെ വേദിയിൽ ഇരുന്നിട്ട് രാവിലെ വൈകുന്നേരം ഇരുന്നിട്ട് നമസ്കാരം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ല. ഒരു ഗുരുവിനും നമ്മുടെ നമസ്കാരം കൊണ്ടൊരു ആവശ്യമില്ല. നമുക്കാണല്ലോ ഗുരുവിനെ നമസ്കരിക്കേണ്ട ആവശ്യമാണ്, ഗുരുവിന് നമ്മുടെ നമസ്കാരം കൊണ്ടൊരു ആവശ്യമില്ല. അപ്പൊ നാരദ മഹർഷിക്ക് നമ്മളിൽ നിന്ന് തിരിച്ച് ഒന്നും കിട്ടാനില്ല. തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ, ഈ ലോകത്ത് അങ്ങനെ രണ്ടേ ആളുകൾക്കേ അങ്ങനെ ഒരു സ്നേഹമുള്ളൂ. അത് പറയാറുള്ളത് ഒന്ന് അച്ഛനമ്മമാർക്കും പിന്നെ ഗുരുവിനൊന്നാണ്. പക്ഷെ അച്ഛനമ്മമാർക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരി, എല്ലാ അച്ഛനമ്മമാർക്കും അറിയാം മക്കൾ നാളെ നോക്കുന്നെങ്കിലും ഒരു പ്രതീക്ഷ, അങ്ങനെയെങ്കിലും ഒരു സങ്കല്പമുണ്ട്. ഗുരുവിന് അതുപോലുമില്ല. അതാണ് ഗുരുവിന്റെ മഹത്വം. തിരിച്ച് നമ്മളിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി നമ്മളെ അനുഗ്രഹിക്കുന്ന കാരുണ്യമാണ് ഗുരുവിൻ്റെത്. അത് നാരദ മഹർഷി ആ കാരുണ്യമൂർത്തിയായിട്ട് നമുക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. ജ്ഞാന വൈരാഗ്യങ്ങളെ കൂടി എങ്ങനെയാണ് ഉദ്ധരിക്കുക, അതോടൊപ്പം ഭക്തിക്ക് സ്ഥാനം എങ്ങനെയാണ് കൊടുക്കുക എന്ന അന്വേഷണമാണ് നടത്തിയത്. അപ്പൊ അത് നമുക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ്. അതിന് പല ഉപായങ്ങൾ അന്വേഷിച്ച് വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സനകാദികളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അത് ഈ നമ്മുടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗവും കൂടിയാണ്. ഒരു ജീവൻ, അതിപ്പോ ആരായാലും ശരി, നാരദനായാലും വേദവ്യാസനായാലും നമ്മളായാലും, വളരെ തികഞ്ഞ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ച് നടന്നാൽ ഉത്തരം തരാനുള്ള ആള് നമ്മുടെ മുമ്പിൽ ഇങ്ങോട്ട് എത്തുന്നു. അത് പ്രകൃതി മുഴുവൻ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി നമുക്ക് അതിനുള്ള അവസരം ഒരുക്കി തരും. അത് പ്രകൃതിയുടെ നിയമമാണ്, അത് ലോകത്തിന്റെ നിയമമാണ്. ശാസ്ത്രത്തിന്റെ ഈ സനാതന ധർമ്മശാസ്ത്രം തന്നെ നിലനിൽക്കുന്നത് ഈ ഒരു സങ്കല്പത്തിലാണ്. അതുകൊണ്ട് എവിടെയൊക്കെ ആരുടെ ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ, അന്വേഷിച്ച ഉത്തരത്തിന് റെഡിയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, പുറത്ത് പല മതത്തിൽ ഇത് പറയണം, അന്വേഷിപ്പൻ കണ്ടെത്തും. അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറഞ്ഞു തരാനുള്ള ആൾ റെഡിയാണ്, അന്വേഷിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. സനകാദികളുടെ അടുത്ത് നാരദ മഹർഷി എത്തുകയും അവിടെ നിന്ന് ഉണ്ടായ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഭാഗവതം സപ്താഹമായിട്ട് ചെയ്യാം എന്ന് തീരുമാനമാവുന്നത്. സനകാദികളാണ് നാരദ മഹർഷിക്ക് അത് പറഞ്ഞു കൊടുത്തത്. ഭാഗവതം അങ്ങ് ധാരാളം കേട്ടിട്ടുണ്ടാവും. നാരദ മഹർഷിക്ക് ഭാഗവതം വാസ്തവത്തിൽ ഉപദേശിച്ചു കൊടുക്കുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൽ നിന്ന് അങ്ങ് ഭാഗവതത്തെ കേട്ടിട്ടുണ്ട്. സപ്താഹമായിട്ട് കേട്ടാലുള്ള പ്രയോജനം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഈ സപ്താഹ ശ്രവണവിധി ആമുഖമായിട്ട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതിൻ്റെ ലഘുവായ രീതിയിൽ തുടങ്ങിയപ്പോൾ തന്നെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒരുമിച്ച് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ഈ ആനന്ദ തടം, ആദ്യത്തെ സപ്താഹം നടന്ന സ്ഥലത്തിന്റെ പേര് തന്നെ അതാണ്, ആനന്ദ തടം എന്ന്. ഈ ആനന്ദ തടത്തിലേക്ക് എത്തിച്ചേർന്നു. വൃന്ദാവനത്തിലാണ് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായിരുന്നത്. അവിടുന്ന് 100-300 കിലോമീറ്റർ അപ്പുറത്താണ് ആനന്ദ തടം, ഹരിദ്വാറിലാണ്. അത്ര ദൂരത്തേക്ക് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേതി നാമാനി മുഹുർവദന്തി, വീണ്ടും വീണ്ടും അത് ജപിച്ചുകൊണ്ട് അവർ ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ്. അപ്പോൾ ഭാഗവതം കേട്ടിട്ടല്ല അവിടെ, അതിന്റെ മഹത്വം ഒന്നും കൂടി അതാണ് പറയേണ്ടത്. ഭാഗവതം കേട്ട് കഴിഞ്ഞിട്ടല്ല അവർക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടായത്. മരുന്ന് കഴിച്ചിട്ടല്ല, മരുന്ന് വാങ്ങി വെച്ചിട്ടുള്ളൂ എന്നാണ്. മരുന്ന് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളൂ, അത് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. സപ്താഹം തുടങ്ങിയിട്ടില്ല. അതിന്റെ മാഹാത്മ്യത്തിന് വേണ്ടി എല്ലാവരും വന്ന് ഇരിക്കുമ്പോഴേക്കും തന്നെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ശ്രേയസ്കരമായി തീർന്നു. അവർക്കൊക്കെ വീണ്ടും ജരാനരകൾ തീർന്ന് അവർക്ക് ജീർണതകൾ അവസാനിച്ച് അവർ പൂർണ്ണ രീതിയിൽ വീണ്ടും എത്തി എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. അത് കണ്ടപ്പോൾ നാരദ മഹർഷി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതാണ് പറയാനുള്ള വിഷയം. അത് കണ്ടപ്പോൾ നാരദ മഹർഷി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ഇത്ര മഹത്വം ഉണ്ടെങ്കിൽ ഭാഗവത സപ്താഹത്തിന് എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി വന്നിരുന്നപ്പോഴേ ഭക്തി ഇത്രയും സന്തോഷത്തോടു കൂടി ജ്ഞാനവും വൈരാഗ്യവും കൂടി ഒരുമിച്ച് ഇവിടെ എത്തിച്ചേർന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗവത സപ്താഹത്തിന്റെ ശരിക്കുള്ള മഹത്വം എന്താണ്? ഇത് ആർക്കൊക്കെ പ്രയോജനം ചെയ്യും? ഇതാണ് നമുക്കുള്ള ചോദ്യം. അതായത് ആർക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന നാരദൻ ചോദിച്ച ചോദ്യം, നമ്മുടെ ചോദ്യം എന്താ വെച്ചാൽ ഇത് എനിക്ക് ഗുണമുണ്ടോ എന്നുള്ളതാണ്. ഇതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നാരദന്റെ ചോദ്യത്തിന്റെ നമ്മുടെ ചോദ്യം ഇതാണല്ലോ. കാരണം ഞാൻ ഈ ഭാഗവതമൊക്കെ കേട്ടാൽ അതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവും, അതോ ഞാൻ ഭാഗവതം കൊണ്ടും ഗുണമില്ലാത്ത രീതിയിലുള്ള ആളാണോ? ഭാഗവതം കൊണ്ട് എനിക്ക് പ്രയോജനം കിട്ടുമോ? ഇതാണ് ചോദ്യം ഉണ്ടായത്.
അവിടെ സനകാദികൾ പറയുന്ന ഒരു മറുപടി വളരെ ഗംഭീരമായ ഒരു മറുപടിയാണ്. സനാതന ധർമ്മത്തിന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രയോഗമുണ്ട്. എല്ലാവരെയും അടിച്ചകത്താക്കുന്നതാണ് നമ്മുടെ രീതി, അടിച്ചു പുറത്താക്കുന്നത് നമ്മുടെ രീതിയല്ല. എല്ലാവരെയും അടിച്ചകത്താക്കലാണ് നമ്മുടെ രീതി. ഈ അടിച്ചകത്താക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ അവസരമുണ്ട്. ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവനും, ഈശ്വരൻ വിഷ്ണുവാണെന്ന് പറയുന്നവർക്കും, ഈശ്വരൻ ശിവനാണെന്ന് പറയുന്നവർക്കും, ഈശ്വരൻ കർമ്മമാണെന്ന് പറയുന്നവർക്കും, ഈശ്വരൻ വേറെ തേജസ്സാണ്, ബ്രഹ്മമാണ്, എല്ലാവർക്കും അവസരമുണ്ട്. ഈശ്വരനെ ഇല്ല എന്ന് പറയുന്നവർക്കും ഇവിടെ സീറ്റുണ്ട്. അവർക്കൊക്കെ നമുക്കിവിടെ സാധ്യതകളുണ്ട്. എല്ലാവർക്കും അവസരമുണ്ട്. അപ്പൊ എല്ലാവരെയും അടിച്ചകത്താക്കുകയാണ് നമ്മുടെ ഒരു സമ്പ്രദായം. അതിന്റെ പരമകൂടിയായ ഒരു ശ്ലോകമാണ് അവിടെ ഉള്ളത്. 5-ാമത്തെ അധ്യായത്തിലാണ് പത്മപുരാണത്തിലെ ഈ മഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായത്തിലാണ്. എന്താ പറയാ, നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ശ്ലോകമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു എന്ന്. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവ പ്രകൃതയ സ്വഭാവ എന്നൊക്കെ ചൊല്ലാറുണ്ട്. ഈ ശ്ലോകത്തിന്റെ വേറൊരു രീതിയിലാണ് അവിടെ ചൊല്ലുന്നത്. കായേന വാച മനസേന്ദ്രിയൈശ്ച, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, കായേന വാച മനസേന്ദ്രിയൈശ്ച നിത്യം പ്രകുർവന്തി ഹഠ ഷഠേന യൈഹി. ആരാണോ ഹഠ വാശി പിടിച്ചിട്ട്, ഷഠേന അങ്ങനെ ഹഠ എന്ന് പറഞ്ഞാൽ ബലമായിട്ട്, ഷഠ എന്ന് വെച്ചാൽ വാശി പിടിച്ചിട്ട് ബലമായിട്ട് നിത്യം പ്രകുർവന്തി, ദിവസവും ചെയ്യുന്നത്. എന്ത്? പുണ്യകർമ്മത്തെ കുറിച്ചല്ല, പാപം മാത്രം ചെയ്യുന്നത്. അങ്ങനെ ഒരാള് അത് വാശി പിടിച്ചിട്ട് ബലമായിട്ട് എന്താ പറയാ, പാപം തന്നെ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് ഒരാൾ മഹാപാപം ചെയ്യാം. അങ്ങനത്തെ ഒരു മഹാപാപം. പൊതുവെ പാപം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗീതയില് അർജുനൻ ചോദിക്കുന്നുണ്ട്, ആരും ഇപ്പോ പാപം ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ അന്ന് ഒരു പാപം ചെയ്തേക്കാന്നൊക്കെ വിചാരിച്ച് രാവിലെ എണീറ്റ് പോയിട്ട് ഒരു തെറ്റ് ചെയ്യലല്ലോ. അങ്ങനെ ആരും ചെയ്യണില്ലല്ലോ. ആരോ ബലാധിപ നിയുജ്യസ എന്നൊക്കെ ആരോ പിടിച്ചു വലിച്ചതുപോലെ നമ്മളങ്ങ് ചെയ്തു പോവുകയാണ്. തെറ്റുകൾ ചെയ്യുന്ന ആളുകളൊക്കെ അബദ്ധവശാൽ എന്നാണല്ലോ നമ്മൾ പൊതുവെ പറയാം. അബദ്ധം എന്നല്ല, അത് പറയുന്നത് അർത്ഥമില്ല. എന്നാലും നമ്മൾ പൊതുവെ പറയാറുള്ള വാചകം അബദ്ധവശാൽ, അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ അങ്ങ് സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ അടിമപ്പെട്ടങ്ങ് ചെയ്തു പോവുകയാണ്. അതിനാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ വലിയ വലിയ തീവ്രവാദികൾ തൊട്ടിട്ട് ഈ ചെറിയ വീട്ടിലെ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നമ്മൾ വരെ എല്ലാവരും അങ്ങനെയാണ്. ആരും ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്ന രാവിലെ എന്നത് ചെയ്യാമെന്ന് തീരുമാനിച്ചു പോകണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആള് പോലും കായേന വാച, ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട് നിത്യം പ്രകുർവന്തി, ദിവസവും പാപമേ ചെയ്യുള്ളൂ എന്നൊരാള് വാശി പിടിച്ച് ചെയ്യുന്ന ആള്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരാളുടെ ഉദാഹരണം കാണിച്ചു തരാണ്. അതാണ് എന്താ പറയാ, ദുന്ധുകാരിയുടെ കഥ. ഇത് സാധകന്മാരായ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ നമ്മള് ഇനിയിപ്പോ അധപ്പതിച്ച് ദുന്ധുകാരിയുടെ തലത്തിലാണെങ്കിലും അതിനേക്കാൾ താഴെ ഒരു വഴിയില്ലല്ലോ. ഇതിനേക്കാൾ താഴെ പോവാൻ ദുന്ധുകാരിയേക്കാൾ മോശക്കാരനായിട്ട് ഇരിക്കാൻ ഒരു സാധ്യതയില്ല. അയാൾ ദുന്ധുകാരി മഹാപാപം ചെയ്ത് അയാളുടെ ദുഷ്കൃത്യങ്ങളെ കൊണ്ട് ഒടുവിൽ കൊല്ലപ്പെട്ടു. മരിച്ച ദുന്ധുകാരിക്ക് ഗയയിൽ പോയിട്ട് സഹോദരൻ ശ്രാദ്ധം വിട്ടിട്ട് അയാൾക്ക് മുക്തി കിട്ടിയില്ല. അപ്പൊ ഇയാൾ എന്തുമാത്രം വലിയൊരു മഹാഭാവിയാണ്. നമ്മുടെ സനാതന ധർമ്മശാസ്ത്രങ്ങളിൽ മുഴുവൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത് ഗയാശ്രാദ്ധമാണ് പരമാവധിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തിട്ട് ഇയാൾക്ക് മുക്തി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ ദുന്ധുകാരി തന്നെ സ്വയം പറയണത് ഗയാശ്രാദ്ധ ശതേന ചാന്ന്, എനിക്ക് 100 തവണ ഗയയിൽ പോയി ശ്രാദ്ധിട്ടാലും എനിക്ക് മുക്തി കിട്ടാൻ സാധ്യതയില്ല. അത്ര മഹാപാപിയായി, അത്രയ്ക്ക് മഹാപ്രേതമായി മരിച്ചിട്ട്. എന്ന് വെച്ചാൽ ഇയാള് കാരണം അച്ഛൻ ഇറങ്ങിപ്പോയി. സാധുവായിട്ടുണ്ടായിരുന്ന ഒരാള്, അച്ഛൻ വളരെ സാധുവായി ശാസ്ത്രങ്ങളിലൊക്കെ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാള് ഇയാളുടെ പ്രവൃത്തി കൊണ്ട് ഗതി കെട്ടിട്ട് ഇറങ്ങി ഓടിപ്പോയി. അമ്മ കിണറ്റിൽ ചാടി മരിച്ചു. ഒന്നും പറയാണല്ലോ, അയാളുടെ വൃത്തിയില്ലാണ്ട് അമ്മ പോയി മരിക്കുകയാണല്ലോ. അങ്ങനെയൊക്കെ മഹാപാപിയായിട്ട് സ്വന്തം അമ്മയെ കൊല്ലാൻ കാരണമായി. ഇന്നിപ്പോ പറയുന്ന കാലത്ത് അമ്മയെ അടിച്ചു വന്നവരുടെയും അച്ഛനെ ഓടിച്ചു വിട്ടവരുടെയൊക്കെ കഥ ഇപ്പൊ സാധാരണ കഥയിട്ടു. ഇപ്പോഴത്തെ കാലത്തെ അല്ലല്ലോ ഇത്. ആ ഒരു കാലത്ത് മഹാപാപിയുടെ ഒരു എക്സ്ട്രീം ലിസ്റ്റ് കാണിച്ചു തന്നത്. ഇതിപ്പോ സാധാരണ ആൾക്കാർ ഇഷ്ടംപോലെ കേൾക്കുന്ന സംഭവങ്ങളിൽ മാറി. മക്കളെ കൊല്ലണതും അമ്മയെ ഓടിച്ചു കൊല്ലണതും ഇതൊന്നും ഒരു വലിയൊരു സംഭവം എന്നല്ല. അത് മറ്റൊരു കൊലപാതകം, മറ്റൊരു മരണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാറി തുടങ്ങി. നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയൊക്കെ മാറി തുടങ്ങി എന്നുള്ളത്. ഇത് അത്രയും മഹാഭാവിയായ ഒരാൾക്ക് പോലും നമുക്ക് സങ്കല്പിക്കാവുന്ന അങ്ങേയറ്റത്തെ വലിയൊരു ദുരിതമാണ് അച്ഛനെ ഓടിച്ചു വിട്ടതും
അമ്മയെ കൊന്നു കളഞ്ഞതൊക്കെ. അങ്ങനെ ഒരു മഹാഭാവിക്ക് പോലും മുക്തി കൊടുക്കാൻ ഭാഗവത സപ്താഹത്തിന് സാധ്യതയുണ്ട്, സാധിക്കും എന്ന് പറയാം. അപ്പോൾ ഭാഗവതം സപ്താഹമായിട്ട് ഒരു സാധകൻ, അവിടെയും ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അത് ഈ സാധകൻ, ഈ ദ്വന്ദ്വകാരിയാണ് വാസ്തവത്തിൽ നമ്മുടെ ഉദാഹരണമായിട്ട് ഇവിടെ കാണിച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ സുഖമായിട്ട് തോന്നില്ല. ഒരു മഹാപ്രേതമായിട്ട്, കഥ നല്ലോണം അറിയണവർക്കൊക്കെ അറിയാലോ, ഒരു മഹാപ്രേതമായാണ് ഇയാൾ ജനിച്ചത്. എന്നിട്ട് ഈ മഹാപ്രേതത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അയാൾക്ക് ശ്വാസം അകത്തേക്ക് പോയി വരണ സമയം പോലും ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു ശ്വാസം കൊണ്ട് പോയി വരാൻ അത്ര സെക്കൻഡ് വേണം. അത്ര സമയം പോലും ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മളെ പോലെ അത്ര നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ ഉള്ളപ്പോഴേക്കും ഒന്ന് അങ്ങോട്ടും കൂടെ ഇടയിൽ കളിച്ച് തിരിഞ്ഞ് കളിച്ച് ഒന്ന് തോണ്ടി ഒന്ന് വാട്സപ്പൊക്കെ ഒന്ന് നോക്കി തിരിച്ചു വെച്ച് ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അസ്വസ്ഥതകളുടെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക നൊരച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള നമ്മളെ തന്നെയാണ് ഈ മഹാപ്രേതം എന്ന് വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മളെ മുഖത്ത് നോക്കി പ്രേതമേ എന്ന് വിളിച്ചാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പ്രേതം എന്ന് വെച്ചാൽ പോയത് എന്നാണ് ഒരർത്ഥം. ഇവിടുന്ന് പോയ ആൾ എന്നേ അർത്ഥമുള്ളൂ. എന്ന് വെച്ചാൽ ഭൂമിയിൽ എങ്ങനെയാണോ സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടത് അത് ജീവിച്ചിട്ടില്ല. ഔട്ട് ഓഫ് വേൾഡ് എന്ന് പറയല്ലേ, ഔട്ട് ഓഫ് മൈൻഡ്, ഔട്ട് ഓഫ് വേൾഡ്, അത്രയേ ഉള്ളൂ പ്രേതം എന്ന് വെച്ചാൽ. നമ്മളെ പോലെ സാധാരണ മനുഷ്യർ വ്യവഹരിക്കുന്നത് പോലെ വ്യവഹരിക്കാണ്ട് ഫുൾ ടൈം വേറൊരു ലോകത്ത് വ്യവഹരിക്കുന്ന ആള് നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് പാരലൽ വേൾഡിലാണ്. യങ് ജനറേഷന്റെ കഥ പാരലൽ വേൾഡിലാണ് എന്ന് വെച്ചാൽ ഇവിടെ അല്ല, സമാന്തരമായിട്ട് പാരലൽ യൂണിവേഴ്സ് ഉണ്ട്, അവിടെയാണ്. അതുപോലെയുള്ള ആളുകളാണ് ഈ മഹാപ്രേതം എന്ന് വിളിച്ചത്. നമ്മുടെ ഇവിടുത്തെ നമ്മളുടെ ഒരു വ്യവഹാര രീതികളുണ്ടല്ലോ, സാധാരണ പോലെ ഭക്ഷണം കഴിക്കും, സാധാരണ പോലെ ജീവിക്കും, ഇതൊന്നും അല്ലാണ്ട് വേറെ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകളെ നമ്മൾ ചില ആൾക്കാരെ നോക്കിയാൽ തോന്നും ഇതാണ് മഹാപ്രേതം എന്ന്. പക്ഷെ വേദവ്യാസ മഹർഷി അവരെ മാത്രമല്ല നമ്മളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. കാരണം വേദവ്യാസ മഹർഷിയുടെ ലോകത്തുനിന്ന് വിരുദ്ധമായി വേറൊരു ലോകത്ത് ജീവിക്കുന്ന നമ്മളെയൊക്കെ നോക്കിയിട്ടാണ് ഹേ മഹാപ്രേതങ്ങളെ എന്ന് വിളിച്ചത്. അത് നമുക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷെ ഒന്നുണ്ട്, ആ ദ്വന്ദ്വകാരി ഏതവസ്ഥയിലാണോ മാനസികമായി നമ്മളിൽ പലരും അതേ അവസ്ഥയിലാണുള്ളത്, അതേ അവസ്ഥയിലാണുള്ളത്. അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് വരാനുള്ള വഴി എന്താണ്, ഇതെങ്ങനെ ഉയർന്നു വരാം, അതാണ് സപ്താഹ യജ്ഞമായിട്ട് പത്മപുരാണത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്, സപ്താഹത്തിന്റെ പ്രയോജനമായിട്ട് കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ 7 ദിവസം കൊണ്ട് ഒരു സാധകൻ എന്താണ് പ്രയോജനം? സാധകന്റെ പ്രയോജനം നമ്മൾ അങ്ങേയറ്റത്ത് അധപ്പതിച്ച അവസ്ഥയിലാണെങ്കിലും അവിടെ നിന്ന് ക്രമേണ ഉയർന്നു വന്ന് സാക്ഷാത്കാരത്തിന്, ആനന്ദ അനുഭൂതിക്ക്, സച്ചിദാനന്ദ അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാണ് എന്ന് പറയും. അപ്പൊ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? അതാണ് ക്രമത്തിൽ ദ്വന്ദ്വകാരിയുടെ കഥയായിട്ടും ഒക്കെ വർണ്ണിച്ചത്. ദ്വന്ദ്വകാരി മോക്ഷം കിട്ടി ദ്വന്ദ്വകാരിക്ക്. സപ്താഹം ഗോകർണനാണ് സപ്താഹം ദ്വന്ദ്വകാരിക്ക് വേണ്ടി നടത്തുണ്ടായത്. ഗോകർണൻ സപ്താഹം നടത്തി എന്ന കഥ സനകാദികൾ നാരദന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് അവിടെ കഥ ഉണ്ടായത്. ഈ ഗോകർണന്റെ സപ്താഹത്തിന്റെ അവസാനത്തിൽ ഗോകർണൻ മഹാപണ്ഡിതനാണ്. ആ ഗോകർണൻ അടക്കമുള്ള ആളുകളും അനേകം ശ്രദ്ധാലുക്കളായ ആളുകളും അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും വേണ്ടി ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തേക്ക് പോകാനുള്ള വിമാനം വന്നില്ല. ആ കൂട്ടത്തിലെ ഏറ്റവും അധപ്പതിച്ച, ഏറ്റവും അപകടമായിട്ടുണ്ടായിരുന്ന ആള് ദ്വന്ദ്വകാരിയാണ്. അദ്ദേഹത്തിന് പോകാനാണ് വിമാനമായിട്ട് വിഷ്ണുദൂതന്മാർ വരേണ്ടായത്. അങ്ങനെ വന്ന സമയത്താണ് ചോദ്യം ഉണ്ടായത്, അതെന്താ ഞങ്ങൾക്കൊന്നും വിമാനം ഇല്ലാത്തത്, ഞങ്ങൾക്കൊന്നും കൊണ്ടുപോകില്ലേ? ഇത് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇരുന്നയാൾ ആരാന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഇവിടുത്തെ പ്രയോജനം അഥവാ സാധകൻ എന്ന നിലയ്ക്ക് നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? അത് ദ്വന്ദ്വകാരിക്ക് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചു തരുന്നത് ശ്രദ്ധയാണ് എന്നുള്ളത്. നമുക്ക് വേണ്ടത് എന്താ? ഈ മഴവന്നത്തിന്റെ പ്രസിദ്ധമായ പാട്ടുണ്ടല്ലോ, ഭാഗവതം എന്ന തീവണ്ടി സംസാര സാഗര തീരത്തിൽ ഓടിക്കുന്നു, വിശ്വാസമുണ്ടെങ്കിൽ കേറാം ഇതിൽ തന്നെ. വാതാലയേശന്റെ ചീട്ടുമായി വന്നാൽ, വാതാലയേശൻ ചീട്ട് കൊടുക്കേണ്ടത് എന്താ വേണ്ടത്? അതിന് ഗുരുവായൂരപ്പന്റെ ടിക്കറ്റ് കിട്ടാൻ എന്താ കൊടുക്കേണ്ടത്? അത് ഈ വിശ്വാസമാണ്. ശ്രദ്ധ എന്ന വാക്കിന് ഏതെങ്കിലും ഒരു തരത്തിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്യാനുണ്ടെങ്കിൽ അത് വിശ്വാസം നൽകും. ശ്രദ്ധ ഇംഗ്ലീഷിലെ അറ്റൻഷനോ അല്ലെങ്കിൽ അതൊന്നും അല്ല ശരിക്കും ശ്രദ്ധ. അതില് ഗുരുവിന്റെ വാക്കിലും ഒക്കെയുള്ള വിശ്വാസമാണ് ശ്രദ്ധ. ആ വാക്കിന്റെ എന്താ പറയുക, വിവേക ചൂടാമണിയിൽ അതിനെ നിർവചിച്ച് പറയണത് ഗുരുവിന്റെ വാക്കിലും ശാസ്ത്രത്തിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ. വിശ്വാസമാണ് ശ്രദ്ധ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വാക്കിനെ ഉപയോഗിച്ചത്. വിശ്വാസം ഉണ്ടെങ്കിൽ കയറാം. വിശ്വാസം, ശ്രദ്ധയുണ്ടെങ്കിലേ ആ തീവണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ. ശ്രദ്ധയാണ് സാധകന്റെ കയ്യിലുണ്ടാവേണ്ട ടിക്കറ്റ്.
ആ ടിക്കറ്റേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ തീവണ്ടി ഇത് എങ്ങനെയാ ഓടുകയെന്നോ ഇത് ഏത് റൂട്ടിലൂടെ പോകുന്നോ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ തലവെക്കണ്ടല്ലോ. ആര് സിഗ്നൽ കൊടുക്കും, ആര് ഇത് തിരിക്കും, ഇത് അഥവാ വളവ് വരുമ്പോൾ ഇത് തിരിക്കുമോ, ഇതൊന്നും നമ്മുടെ തലയിലിടേണ്ട ആവശ്യമില്ല. നമ്മള് കയ്യിൽ വെക്കേണ്ട ഒരേ ഒരു സാധനം ശ്രദ്ധയാവുന്ന വിശ്വാസമാകുന്ന ടിക്കറ്റാണ്. ഇതേ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് ദുന്ധുകാരിക്ക് ഉണ്ടായി, മറ്റുള്ളവർക്ക് അത് അത്ര വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നൊരു താരതമ്യമാണ് അവിടെ കാണിച്ചത്. അത് കാണിച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും ഗോകർണൻ ഒരു സപ്താഹം കൂടി നടത്തിയെന്നും ആ സപ്താഹത്തിൽ ദുന്ധുകാരിയിൽ നിന്ന് പഠിച്ച പാഠം നോക്കണേ മഹാപ്രേതം ഗുരുവായിട്ട് മാറി. ആദ്യം മഹാപ്രേതമായിട്ട് മുളൻകുറ്റിയുടെ ഉള്ളിൽ കൊണ്ടേ ഇരുത്തിയ ആളാണ്. അയാളിപ്പോ ഗുരുവായിട്ട് മാറി. ശ്രദ്ധ എങ്ങനെയാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച ഗുരുവായിട്ട് അത് മാറി. ആ പാഠം പഠിച്ചപ്പോ പിന്നെ എല്ലാവർക്കും ഒന്നിച്ച് വിമാനത്തിൽ പോയി എന്നുമാണ് കഥ. ആ വാസികളൊക്കെ ഗോകർണവാസിന സർവേ എന്നാണ്. ഗോകർണത്തിലുള്ള അവിടെയുള്ള സകല ജനങ്ങളും ആബാലവൃദ്ധ ജനങ്ങളൊക്കെ ഒന്നിച്ച് വൈകുണ്ഠ ലോകത്തേക്ക് പോയി എന്നാണ് അവിടെ കഥ ഉപസംഹരിക്കുന്നത്. അങ്ങനെയാണ് ആ കഥ എന്ന് വെച്ചാൽ ഒരു സാധകന്റെ യാത്രയാണ്. സാധകൻ എവിടുന്ന് തുടങ്ങണം, സാധകന്റെ ലോകം എവിടെയാണുള്ളത്, അത് നമ്മൾ ഏറ്റവും അങ്ങേ താഴെ ഈ ദുന്ധുകാരി എന്ന മഹാപ്രേതത്തിന്റെ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ശരി, അവിടെ നിന്ന് ക്രമേണ 7 ദിവസം കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള വഴിയുണ്ട്. ഇത് ക്രമത്തിൽ ഓരോരോ മാർഗങ്ങളായിട്ട് യോഗമാർഗങ്ങളായിട്ടൊക്കെ വർണ്ണിക്കാറുണ്ട്. ക്രമേണ 6 ചക്രങ്ങൾ 6 ആധാര ചക്രങ്ങളെ കടന്നു പോകാൻ ഓരോരോ ദിവസത്തെ കഥകൾ ചിട്ടപ്പെടുത്തി വെച്ചത് അങ്ങനെയാണെന്ന് പറയാറുണ്ട്. പിന്നെ യോഗ സൂത്രങ്ങളിൽ അതിന് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സാധകൻ ആനന്ദാനുഭൂതിയിലേക്ക് ഉയരുന്നത് അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഒരു സാധകൻ എങ്ങനെയാണ് ക്രമേണ ഉയർന്നു പോകേണ്ടത് അതിന് പാകത്തിലാണ് ഈ കഥകളെയും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം ദിവസത്തെ കഥകളിൽ മുഴുവനുള്ളത് ഉള്ളില് ഒരു വ്യക്തിയുടെ ഉള്ളില് ഈ സാധകൻ സാധന തുടങ്ങുന്നിടത്തുള്ള ചോദ്യങ്ങളാണ്. ഒരു സാധകന്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ് 1-ാം ദിവസം ഉള്ളത്. ശരിക്കും 1-ാം ദിവസത്തെ പ്രധാന വിഷയങ്ങൾ മുഴുവൻ ചോദ്യങ്ങളാണ്. അതില് അനേക സാധകന്മാരെ കാണിച്ചു തരുന്നുണ്ടാണ്. ശൗനക മഹർഷി 1-ാമത്തെ സാധകനാണ്. പരീക്ഷത്തിനെ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ പലതും കാണിച്ചിട്ട് അതിൽ ഉത്തമനായ അധികാരി ആരാണ്, അഥവാ ഏറ്റവും ഉത്തമമായിട്ട് കേട്ടിട്ടുള്ള ആൾ ആരാണെന്നുള്ളതാണ് 1-ാം ദിവസത്തെ വിഷയമായിട്ട് തുടങ്ങുന്നത്. എന്നിട്ട് ചോദ്യങ്ങളിലൂടെ വന്നിട്ട് പ്രശ്നവിധി എന്നൊരു അധ്യായം തന്നെയുണ്ട് 1-ാം ദിവസം വായിക്കണ ഭാഗത്ത്. പ്രശ്നവിധി ചോദ്യങ്ങളെ കുറിച്ചുള്ളതാണ്. ഒരു സാധകന്റെ ഉള്ളിൽ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം, അഥവാ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ലക്ഷ്യമാണ്, എന്ത് പ്രയോജനം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്, ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടാനുള്ളത് എന്ന ചോദ്യം തീവ്രമായിട്ട് ഒരു സാധകന്റെ ഉള്ളിൽ ഉണ്ടാവലാണ് 1-ാം ദിവസത്തെ കഥകളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ. വരാഹാവതാര പര്യന്തമുള്ള കഥകളിലൂടെ ജീവിതത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അനേകം കഥകൾ, അനേകം ജീവിതങ്ങളെ കാണിച്ചു തന്ന്. കുരുക്ഷേത്ര യുദ്ധമൊക്കെ ജയിച്ചിട്ടുള്ള യുധിഷ്ഠിരനെ കാണിച്ചു തന്ന്, ആ യുദ്ധത്തിൽ വിജയിച്ചു നോക്കണം. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് അധികാരം കയ്യിൽ കിട്ടിയിട്ട് അടുത്ത നിമിഷം തൊട്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരനെയാണ് കാണിച്ചത്. എന്ന് വെച്ചാൽ അർജുനൻ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതേ വാചകം. ഈ ലോകം മുഴുവൻ എനിക്ക് കയ്യിൽ തന്നാൽ, ഉപനിഷത്തിലൊരു വാചകം കടമെടുത്തിട്ടാണ് അർജുനൻ പറഞ്ഞത്, ഇത് പായ ചുരുട്ടണത് പോലെ ചുരുട്ടി എൻ്റെ കയ്യിൽ കൊണ്ട തന്നാലും, എനിക്ക് 3 ലോകങ്ങളും ചുരുട്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാലും ശരി, എനിക്ക് തൃപ്തി ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യം വരുന്നു. കാരണം ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യം അർജുനൻ ആദ്യം ഉണ്ടായി. യുധിഷ്ഠിരന് ഈ ചോദ്യം ഉണ്ടാവുന്നത് യുദ്ധം കഴിഞ്ഞിട്ടാണ്. കാര്യം അത് പ്രയോജനമില്ലാത്ത കപട ധർമ്മനിഷ്ഠയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് തെറ്റായി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു പ്രയോജനമില്ല. അത് കപട ധർമ്മ ബുദ്ധിയാണ് യുധിഷ്ഠിരന്റെ. അത് വാസ്തവത്തിൽ ഉത്തമമല്ല. ആ യുധിഷ്ഠിരനെ കാണിച്ച് പിന്നെ അനേകം ആളുകളുടെ കഥ അവിടെ കാണിച്ചു തരുന്നുണ്ട്. പരീക്ഷത്ത് അടക്കമുള്ള അനേക ആളുകളെ കാണിച്ചു. ഈ ആളുകളൊക്കെ കാണിച്ചു തരുന്നത് എന്തിനാ? ലോകത്ത് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണോ ജീവിക്കുന്നത്, എന്തൊക്കെ കിട്ടിയാൽ സുഖമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ, വിചാരിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് കിട്ടിയ കുറെ ആളുകളെ കാണിച്ചു തന്നിട്ട് അവർക്കൊന്നും തൃപ്തി ഉണ്ടായിട്ടില്ല എന്ന് കാണിച്ചതാണ്. ഇവരൊക്കെ ഈ ചാക്യാർകൂത്തില് തമാശ കഥ പറയാറ്. സദ്യയൊക്കെ കഴിഞ്ഞു, ഊട്ടുവരെ അടച്ചു, അതിലും അടച്ചു ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറെ ആൾക്കാർ എങ്ങനെയെങ്കിലും ഇനി എന്ത് തിരക്കി കയറി വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി വാതിൽക്കൽ കുത്തിത്തിരികൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരാള് ഓവ് വെള്ളമൊക്കെ പുറത്തേക്ക് ഓവിൻ്റെ അവിടെ കൂടി തിരികത്ത് കയറി വെക്കാറ്. എന്നാൽ എന്തെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് അകത്തുപെട്ട തിരികൂട് കിട്ടിയാലോ എന്ന് ചോദിച്ചു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മളും ഏകദേശം അതുപോലെയാണ്. ഈ ഭൗതിക ലോകത്തുള്ള കുറെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ കിട്ടിയാൽ സുഖമാവും, അത് കിട്ടലാണ് പ്രയോജനം എന്ന് വെച്ചാൽ എങ്ങനെങ്കിലും ഇതൊക്കെ കിട്ടാൻ വേണ്ടി തിക്കി തിരക്കി ഉള്ളിൽ കുത്തിത്തിരിക്കൊണ്ടിരിക്കുമ്പോഴേ
അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട്, ഊണ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ. അവര് പറയാ ഇതൊന്നും ഒരു കാര്യമില്ല, ഈ ഊണ് കഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി ഈ എങ്ങനെയൊക്കെ തിക്കിത്തിരക്കി അകത്തേക്ക് പോയിട്ടും കാര്യമില്ല. ഈ ഓവിലൂടെ പോണയാള് അങ്ങോട്ട് പകുതി പോയപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നത്. അയാൾ ഓവ് കൂടി അകത്തേക്ക് പോയതാണ്, ഒന്നും കിട്ടാഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് വരിക. ഇയാൾ വരുന്ന ആളോട് പറയാം അവിടെ ഒന്നും ഇല്ല, അതിലൊന്നുമില്ല, അവിടെ ഒന്നും കിട്ടാനില്ലെന്ന്. ഈ ഭാഗവതത്തില് 1-ാമത്തെ സ്കന്ധത്തില് കാണിച്ച കുറെ ആളുകളൊക്കെ വാസ്തവത്തിൽ ഇതുപോലെ പറഞ്ഞു തരികയാണ്. ഈ ഓവിന്റെ ഇടയിൽ കൂടി തിരക്കി അങ്ങോട്ട് പോകണം, നമ്മളോട് പറയാം അതിൻ്റെ അകത്ത് ഒന്നുമില്ല, അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഒന്നും കൂടി പോയോക്കട്ടെ, നിങ്ങൾക്ക് കിട്ടാത്ത പോലെ എനിക്ക് കിട്ടിയാലോ. നമ്മുടെ ഒരു ധാരണ മാത്രമാണ്. അപ്പൊ 1-ാം ദിവസം ഈ സാധകന്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണ്, ഇതിലൊന്നും കിട്ടാനില്ലെന്ന് നമുക്ക് പല ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു തരും 1-ാം ദിവസം. 2-ാം ദിവസം ഈ അന്വേഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? ഇവിടെയല്ല അന്വേഷിക്കേണ്ടത് എന്നായി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്നും എന്താണ് നേടേണ്ടതെന്നുമുള്ള ചിന്ത ഉള്ളിലുണ്ടാവണ ആള് സുവിചാരണ എന്നാണ് 2-ാം ദിവസത്തെ ശരിക്കുള്ള വിഷയങ്ങളുടെ പേര്. നന്നായിട്ട് വിചാരം ചെയ്യാം എന്താണ് ഇവിടെ നേടാനുള്ളത്. അതുകൊണ്ട് 2-ാം ദിവസം കാപിലം തൊട്ടിട്ട് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനമായ തത്വോപദേശങ്ങളുടെ ആദ്യ ഭാഗം കാപിലയമാണ്. കാപിലത്തിൽ വിസ്തരിച്ച് തുടങ്ങുന്നത് വളരെ അടിസ്ഥാന ചിന്ത. നമ്മുടെ സനാതന ധർമ്മത്തിൽ ഇന്നോളം ഋഷികൾ നമുക്ക് വേണ്ടി കണ്ടെത്തി എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ അത് മുഴുവൻ ഇങ്ങനെ ഒതുക്കി ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് കാപിലത്തിൽ. അതിന് ക്രമത്തിൽ പറഞ്ഞു തരിക, അടിസ്ഥാന ചിന്ത തൊട്ടിട്ട് ചിത്തമാണ് നമ്മുടെ ഈ ദുഃഖങ്ങളുടെ മുഴുവൻ കാരണം എന്ന് തുടങ്ങി ഇതിനെ എങ്ങനെ നിയന്ത്രിക്കണം, അതിനുള്ള ഉപായങ്ങൾ എന്താണ്, അതിൻ്റെ പരമമായ പ്രയോജനം എന്താണ്, ചെയ്യാത്ത ആളുകൾക്ക് എന്താണ് ഫലം, ഇങ്ങനെ ക്രമത്തിൽ ഒരു ഉപദേശത്തെ വളരെ സമഗ്രമായിട്ട് വളരെ വിസ്തരിച്ചൊന്നും അല്ലാതെ എന്ന് വെച്ചാൽ അങ്ങനെ കാട് കയറി ഒരുപാട് പറഞ്ഞിട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഒതുക്കി പറഞ്ഞു തരികയാണ് കാപിലത്തിൽ. അവിടുന്നാണ് സുവിചാരണ തുടങ്ങുന്നത്. 2-ാം ദിവസം വിഷയം ഏതാണ്? ചിന്തിക്കൂ, ജീവിതം കൊണ്ട് എന്താ നേടാനുള്ളത്. ഇപ്പൊ 1-ാം ദിവസം പ്രയോജനം ഇല്ലാത്ത കുറെ കാണിച്ചു തന്നല്ലോ, ഇപ്പൊ 2-ാം ദിവസം എന്താണ് പ്രയോജനം എന്നാണ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണിച്ച് തന്നിട്ടാണ് ഋഷഭദേവന്റെയും ഒടുവില് ഭരതന്റെയും ഭരതോപാഖ്യാനമാണ് 2-ാം ദിവസം പറഞ്ഞ് നിർത്തേണ്ട വിഷയം ശരിക്കും. അപ്പൊ ഭരതന്റെ കഥയിലെത്തുമ്പോഴേക്കും നമുക്കിങ്ങനെ ക്രമത്തിൽ കാണിച്ചു തരികയാണ് വൈരാഗ്യത്തിന്റെ ഒരു ഒരു മായയിൽ ബന്ധം ഉണ്ടായാൽ, ഒരു മാൻകുട്ടിയോടുള്ള ബന്ധം കൊണ്ട് വട്ടം കറങ്ങേണ്ടി വന്ന ഭരതന്റെ കഥ കാണിച്ചത് അത്ര സൂക്ഷ്മമായി ജാഗ്രതയോട് കൂടിയിട്ട് വളരെ ജാഗ്രതയോടുകൂടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനത്തിന് സാധ്യതയുള്ളൂ എന്ന് വളരെ ഓർമ്മിപ്പിച്ച് സുവിചാരണ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരാം 2-ാം ദിവസം. അഥവാ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു തരാണ് 2-ാം ദിവസം. 3-ാം ദിവസം സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊക്കെ ഉള്ള ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ സാധിക്കും അല്ലെ, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ, എനിക്ക് പറ്റുമോ ഇതൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ, എനിക്ക് പോട്ടെ ലോകത്തിൽ ആർക്കെങ്കിലും ഒക്കെ പറ്റുമോ, പറ്റും എന്ന് തുടങ്ങിയിട്ട് 3-ാം ദിവസം അതിനുള്ള ആളുകളെയാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ട് ഏറ്റവും അവസാനം പ്രഹ്ലാദനെ കാണിച്ചു. ഭാഗവതത്തില് അനേകം ഭക്തന്മാരുടെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞതിൽ പൂർണ്ണമായിട്ട് ഒരു കുറവില്ലാണ്ട ഒരാളെ കാണിച്ചു തരുന്നത് പ്രഹ്ലാദനാണ്. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ഭക്തന്മാർക്ക് കുറവുണ്ടെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല, അങ്ങനെയല്ല. എന്നാലും ശരി, അത് കുറച്ചും കൂടി ആയാൽ നന്നാവുമല്ലോ എന്ന് എല്ലാവരുടെ കഥയിലും തോന്നും. എന്തെങ്കിലും ഒന്ന് ഇനി ഇതും കൂടി ആവാമായിരുന്നു എന്ന ഒരു ചിന്തയ്ക്കും പ്രസക്തി ഇല്ലാത്ത ഒരാള് പ്രഹ്ലാദൻ. അതിലൊരു കാര്യത്തിൽ ഒന്നും പറയാനില്ല, സമ്പൂർണമായ ഒരാള്. അതുകൊണ്ടാണ് ഈ വൈഷ്ണവ ഭക്ത പരമ്പര പറയുമ്പോൾ ആദ്യത്തെ പേര് പ്രഹ്ലാദന്റെ. പ്രഹ്ലാദ, നാരദ, പരാശര അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. പ്രഹ്ലാദനാണ് ആദ്യം, ഗുരു നാരദൻ 2-ാമത്. ഗുരു 2-ാം സ്ഥാനത്താണ്, പ്രഹ്ലാദന്റെ പേര് ആദ്യം. അത്രയും പൂർണ്ണമാണെന്ന് അർത്ഥം. അങ്ങനെ പരിപൂർണനായ ഭക്തനെ കാണിച്ചു തരാം. അതിന്റെ ഇടയ്ക്ക് അജാമളനെ കാണിക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് പലരെയും കാണിച്ചു തരുന്നുണ്ട്. ഇവരെയൊക്കെ കാണിച്ചു തരേണ്ട ഉദ്ദേശം എന്താ? ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, എവിടെയൊക്കെ പോയി എത്രയൊക്കെ അധപ്പതിച്ചവരും ക്രമത്തിൽ ഉയർന്നു പോയവരുണ്ട്. അജാമളന് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കില്ല. അജാമളന് പറ്റിയത് നമുക്കെന്താ പറ്റാതിരിക്കുക? ചിത്രകേതുവിന് പറ്റിയത് നമുക്കെന്താ സാധിക്കാതിരിക്കുക? യുദ്ധകളത്തിൽ വെച്ചിട്ട് വൃത്രാസുരന് പറ്റിയത് നമുക്കെന്തുകൊണ്ട് പറ്റില്ല? 3-ാം ദിവസ കഥകൾ മുഴുവൻ ചിട്ടപ്പെടുത്തി വെച്ചത് ഈ ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ്. ഈ സത്വാപത്തി, ഈശ്വരനിലേക്ക് എത്താനുള്ള ഈ ഉപായം നമുക്കും സാധ്യമാണ്, അത് നമുക്കും പറ്റും എന്ന് കാണിച്ചു തരാൻ വേണ്ടി. 4-ാം ദിവസം അങ്ങനെ എത്തിയാൽ ആ സാധകന്റെ പൂർണ്ണത എന്താണ്, അതാണ് കാണിച്ചു തരുന്നത് കൃഷ്ണന്റെ കഥ. ഭഗവാന്റെ അവതാര കഥ വർണ്ണിച്ചു നിർത്താം. ഇതാണ് കിട്ടാനുള്ളത്, സച്ചിദാനന്ദമാണ് നമുക്ക് കിട്ടാനുള്ളത്. ആ ആനന്ദ രൂപം ധരിച്ചിട്ട് ഭഗവാനായിട്ട് ഇതാ ഇവിടെ അവതരിച്ചിരിക്കുന്നു. ആ അവതാരം നമുക്കും ലഭ്യമാണ്. അത് കംസന്റെ കാരാഗൃഹത്തിൽ വരെ, അതുകൂടിയാണ് അവിടെ എടുത്ത് പറഞ്ഞത്. അങ്ങേയറ്റത്തെ കാളരാത്രിയിൽ
കംസന്റെ കാരാഗ്രഹത്തിൽ വരെ ഭഗവാൻ വന്ന് അവതരിച്ചു തരും, നമുക്കുള്ളിൽ വരും. ഏത് തടവറയുടെ ഉള്ളിലും ഭഗവാൻ നമ്മളെ ഒന്ന് അനുഗ്രഹിക്കും എന്ന് 4-ാം ദിവസം കാണിച്ചു തരും. എന്ന് വെച്ചാൽ സത്വാപത്തി, അതിന്റെ പൂർണ്ണത കാണിച്ചു തരുന്ന ലക്ഷ്യം എന്താണോ അത് 4-ാം ദിവസം കാണിച്ചു തരുന്നുണ്ട്. അതാണ് അതിന്റെ പൂർണ്ണത. ഇത് നമുക്കൊക്കെ ലഭ്യമാണ്, സുലഭമാണ്, കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സുലഭമാണെന്നല്ല, വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ കിട്ടിയതാണ്. നമ്മൾ മറന്നുപോയി എന്നുള്ള കുഴപ്പമില്ല. എവിടെയാ വെച്ചെന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥ എന്നാണ് പറയണത്. അത് നമുക്ക് കിട്ടിയതാണ് എന്ന് 4-ാം ദിവസം കഥയെ കാണിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് 5-ാം ദിവസം. ഇനി അതിന് നമ്മൾ എന്തുകൂടി ചെയ്യണം? ഇനി 5-6 ദിവസം വാസ്തവത്തിൽ കഥ താഴേക്ക് ഇറങ്ങാം. ഈ മല കയറുന്നത് പോലെയാണ്. ഒരു ഭാഗത്തേക്ക് കയറി മുകളിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ 4-ാം ദിവസത്തോടു കൂടി അതിന്റെ പൂർണ്ണതയായി. 3-4 ദിവസം ശരിക്കും നരസിംഹാവതാരവും കൃഷ്ണാവതാരവും ആളുകൾക്കൊക്കെ കേൾക്കാൻ രസം വരുന്നതും കൂടുതൽ ആൾക്കാർ വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അത് വാസ്തവത്തിൽ ഈ കഥ ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും കഥ ആരെങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, ഈ ഒരു ചിന്ത ഉള്ളിൽ കുറേശ്ശെ ഉണ്ടാവുന്നതുകൊണ്ടാണ് 3-ാം ദിവസം 4-ാം ദിവസം ആകുമ്പോൾ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങുന്നത്. 5-ാം ദിവസം ആഘോഷത്തിൽ ഭ്രമിച്ചിട്ട് നമ്മൾ കഥ ചിലപ്പോൾ കൈമോശം വന്നു പോയെങ്കിലും ശരിക്കും പറഞ്ഞാൽ 5-ാം ദിവസം എന്താ വിഷയം? രുക്മിണി ദേവിയുടെ കഥയാണല്ലോ അവസാനിപ്പിക്കണം 5-ാം ദിവസം. അവിടെ എന്താ വിഷയം? എനിക്ക് കൃഷ്ണൻ മതി. വന്നു ചേർന്ന മറ്റ് ഒരു സാധകൻ എന്ത് ചെയ്യണം, ശ്രദ്ധ എങ്ങനെ വേണം എന്നുള്ളതാണ് അവിടെ വിഷയം. അസംസക്തി എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. അസംസക്തി, ആസക്തി ഇല്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ മറ്റ് വിഷയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും വന്നു ചേർന്ന ഇന്ദ്രിയ സുഖ വിഷയങ്ങൾ. 5 സഹോദരന്മാരുണ്ട്, അവർ 5 ഇന്ദ്രിയങ്ങളാണെന്നും 5 വാസനകളാണെന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. ഈ 5 സഹോദരന്മാരിൽ നിന്ന് എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം കിട്ടാനുണ്ടോ അതൊന്നും എനിക്ക് വേണ്ട. ശിശുപാലാദികളൊന്നും വേണ്ട, അതൊക്കെ ഏഷണാത്രയമാണെന്നൊക്കെ പറയാം. ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കൃഷ്ണൻ മതി എന്നൊരാള് കത്ത് എഴുതി വെച്ചതാണ്. അടിയുറപ്പിച്ച് എന്താ പറയാ, എഴുതിയാണ് വെച്ചതാണ്. ശതജന്മഭി സ്യാത്, 100 ജന്മം കഴിഞ്ഞിട്ടായാലും എനിക്ക് കൃഷ്ണൻ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് ഉറപ്പിച്ച ആളാണ് രുക്മിണി. ആ ഒരു ദൃഢമായ വാശി, ആ ദൃഢമായ ഉറപ്പ് നമുക്കുണ്ടാകണം. അതാണ് അസംസക്തി. മറ്റുള്ള ഒരു വിഷയത്തിലും എനിക്ക് പ്രാധാന്യമില്ല. സമയത്തിന് ഭക്ഷണം കിട്ടണതോ, വസ്ത്രം ധരിക്കണതോ, പേര് കിട്ടണതോ, പ്രശസ്തി കിട്ടണതോ, കുറേ ശിഷ്യന്മാരോ ഭക്തന്മാരോ ഉണ്ടാവണതോ, ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എനിക്ക് കൃഷ്ണനാണ് എന്ന ഉറപ്പ് ഉണ്ടാവുന്നതാണ് അസംസക്തി. അത് രുക്മിണി ദേവിയാണ് അതിന് ഉദാഹരണ മാതൃകയായിട്ട് കാണിച്ചത്. അതിലേക്കുള്ള പടിയാണ് മറ്റു പലരെയും കാണിച്ചത്. പൂതന തൊട്ടിട്ട് സകലതും ഈ വാസനയെ ജയിച്ചത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സാധകന്റെ ഉള്ളിലുള്ള വാസനകളെ, ഈശ്വരാനുഭൂതി ഉണ്ടായ ഒരു സാധകൻ എങ്ങനെയാണ് ക്രമേണ ഈ വാസനകളെയൊക്കെ ജയിക്കുന്നത് എന്നൊക്കെയാണ് കഥാരൂപത്തിൽ പലതും കാണിച്ചത്. ഇതിന്റെ പൂർണ്ണതയാണ് രാസലീല. അതിന്റെ എക്സ്ട്രീമാണ് ആ സാധകനെ എത്താനുള്ള പരമാവധിയാണ് രുക്മിണി ദേവി കാണിച്ചത്. ഇനി അവിടെ എത്തിയാൽ സാധകൻ എന്താ ഉണ്ടാവുക? ആ സാധകന്റെ അവസ്ഥ എങ്ങനെയൊക്കെ ഇരിക്കും? ഈ സാധകൻ ഏത് തലത്തിലായിരിക്കും ഉണ്ടാവുക? അതാണ് 6-ാം ദിവസം. 6-ാം ദിവസം വാസ്തവത്തിൽ ഉച്ചയോടുകൂടി കഥയൊക്കെ ഏകദേശം അങ്ങോട്ട് തീരും. പിന്നെ കഥ ആയിട്ട് കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ, ഒരുപാട് കഥയായിട്ട് പറയാൻ. കുചേലനാണ് അവിടെ ഉച്ചയോട് കൂടിയിട്ട് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിൽ കുചേലന് ശേഷം കഥാരൂപത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അധികം തത്വോപദേശങ്ങളിലേക്ക് പോയാൽ. അപ്പോൾ കുചേലനാണ് അതിന്റെ ഉത്തമ മാതൃക. ഭഗവാനെ കാണാൻ വേണ്ടി പോയി, കണ്ടിട്ട് ഭഗവാൻ കരഞ്ഞു, ഭഗവാൻ കെട്ടിപ്പിടിച്ചു, ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി, ഭഗവാൻ പാദപൂജ ചെയ്തു. കുചേലനോ സുധാമാവോ? ഭാഗവത സുധാമാവ് എന്തെങ്കിലും ഒന്നും ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. സുധാമാവിന് കണ്ണ് നിറഞ്ഞിട്ടില്ല, സുധാമാവിന് ആനന്ദ കണ്ണീരോ എന്തെങ്കിലും ഒരു ഭാവാവേശമോ വന്നിട്ടില്ല. സുധാമാവ് ഭഗവാനെ കണ്ടിട്ട് ഒന്നും ആയിട്ടില്ല. ഭഗവാനോട് യാത്ര പറഞ്ഞ് പിറ്റേ ദിവസം സുഖമായിട്ട് ഇറങ്ങി പോവാണ് അദ്ദേഹം ഉണ്ടായത്. വളരെ നിസ്സാരം. അദ്ദേഹത്തിന് ഭഗവാനെ കണ്ടു. ഈ രമണ മഹർഷി ഇത് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്. രമണ മഹർഷിയുടെ ഒരു വാചകമുണ്ട്. എന്താ പറയാ, ഒരു ഭക്തൻ വന്നിട്ട് രമണ മഹർഷിയോട് പറഞ്ഞു, എനിക്ക് ഈശ്വരാനുഭൂതി ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ അനുഭൂതി വരുന്നുണ്ട്, അടുത്ത നിമിഷം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകണമുണ്ട്. അപ്പോൾ മഹാദേവനോട് അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി എപ്പോഴും ഈ അനുഭൂതി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹർഷി പറഞ്ഞ ഒരു മറുപടി വാചകമുണ്ട്, മഹാദേവൻ അങ്ങനെ ഒരു അനുഭൂതി എനിക്ക് തരികയാണെങ്കിൽ മഹാദേവൻ മുമ്പിൽ വന്നാൽ ഞാൻ പറയുന്നത് വന്നിട്ട് പോണ വേല എങ്കിട്ട വെക്കാതെ, വന്നിട്ട് പോണ പരിപാടി എൻ്റെ അടുത്ത് വെക്കണ്ട, വന്നാൽ പോകരുത്, ഇവിടെ വെക്കണം. അല്ലാതെ വന്ന് അപ്പോൾ തന്നെ അത് വേണം. ആ അനുഭൂതിയിൽ എത്തിയ ആളാണ് സുധാമാവ്. ഭഗവാന്റെ അടുത്ത് വന്നു പോയി അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നേയില്ല. അദ്ദേഹം അതിന്റെ അപ്പുറത്തെ തരത്തിലുള്ള സദാ ഹരിയില് ലയിച്ചയാളാണ് സുധാമാവ്. അദ്ദേഹത്തിന് ഭഗവാൻ വന്നിട്ടും പോയിട്ടൊന്നുമില്ല. വന്നിട്ട് പോകുമ്പോഴല്ലേ എപ്പോഴെങ്കിലും കണ്ടോണ്ടല്ലേ ഈ ആനന്ദവും ആവേശവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാവുക. അദ്ദേഹത്തിന് പോണില്ല, പോയാലല്ലേ ഒരു ഭാവമാറ്റം വരിക. അദ്ദേഹത്തിന് അതില്ല. അതുകൊണ്ടാണ് അജിതം പരാജിതം എന്നവിടെ എടുത്തു പറഞ്ഞത്. ഭഗവാനെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. സുധാമാവൻ അത്ര പോലും ഭഗവാനെ കണ്ടിട്ടൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സുധാമാവ് അതിന്റെ ഒരു എക്സ്ട്രീം ഉദാഹരണം കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഇതിന്റെ സാധകൻ
സാധനയിലൂടെ ക്രമേണ ഈ രുക്മിണി ദേവി കാണിച്ച ആ സംസക്തിയിലൊക്കെ എത്തി ഭഗവത് അനുഭൂതിയിൽ പൂർണ്ണമായി എത്തിയ ആള് ലോകവ്യവഹാരത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും. ഈശ്വരൻ വന്ന് മുമ്പിൽ നിന്നാൽ പോലും അങ്ങനത്തെ ഇഷ്ടംപോലെ ഭക്തന്മാരുടെ കഥകളുണ്ട്. ദത്താത്രേയൻ മുമ്പിൽ വന്നിരുന്നിട്ട് ഏകനാഥ്ജി, ഭഗവതിന് ഏറ്റവും മനോഹരമായ വ്യാഖ്യാനങ്ങൾ എഴുതിയ ഒരാൾ ഏകനാഥ്ജി, ഭഗവാൻ ദത്താത്രേയൻ മുമ്പിൽ പ്രത്യക്ഷമായപ്പോൾ പറയാം, അവിടെ ഞാൻ ഗുരുവിന് വെള്ളം കൊണ്ടു കൊടുക്കാറുണ്ട് കുളിക്കാൻ, നർമ്മദയിൽ നിന്ന് വെള്ളം അവിടെ കൊണ്ടെത്തിച്ചിട്ട് പിന്നെ വന്നിട്ട് തൊഴാം, നേരമില്ല. ഭഗവാൻ മുമ്പിൽ വന്ന് കിടക്കട്ടെ, ഞാൻ ഗുരുവിനെ നമസ്കരിച്ചിട്ട് വരാം. അവർക്ക് വിഷയമല്ല. കാരണം ഭഗവാൻ വരുന്നു പോകണമെന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ല എന്നുള്ളത്. അങ്ങനത്തെ നിരവധി ഭക്തന്മാരുടെ ഉദാഹരണ കഥകൾ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഇരിക്കുന്നുണ്ട്. അത് സുധാമാവ് അതിന്റെ മാതൃകയാണ്. ഒരു ഉദാഹരണം സുധാമാവിനെ കാണിച്ചു തന്നതാണ്. നമുക്ക് അവിടേക്കാണ് എത്താനുള്ളത്, അതിന്റെ പൂർണ്ണത അവിടെയാണ് എന്ന് കാണിച്ചത്. ഇതും കഴിഞ്ഞിട്ടാണ് 7ാമത്തെ ദിവസം തുരീയം. വാസ്തവത്തിൽ തുരീയം എന്നുള്ള വാക്കിനർത്ഥം 4ാമത്തത് എന്നാണ്. ആദ്യം ഇവിടുത്തെ ജാഗ്രത, ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥ, അതിൻ്റെ തൊട്ടടുത്ത ഘട്ടമാണ് സ്വപ്നാവസ്ഥ. പകുതി ഓർമ്മയുണ്ട്, പകുതി ഉറങ്ങുകയാണ്, പകുതി ബോധമുണ്ട്, അതാണ് സ്വപ്നാവസ്ഥ. അതിൻ്റെ അപ്പുറത്താണ് സുഷുപ്തി, ബോധമേ ഇല്ല എന്നാലും സൂക്ഷ്മമായി ചലനങ്ങളുള്ളതാണ് സുഷുപ്തി. ഇതും കഴിഞ്ഞാൽ എന്താ? അപ്പൊ അതിന് പേരില്ല, അതുകൊണ്ട് അതിന് 4 എന്ന് പേരിട്ടത്. അതുകൊണ്ടാണ് സമാധി. അത് സമാധിയാണ്. സമാധിക്ക് 4ാമത്തത് എന്ന് പേരിട്ടതാണ്. സംസ്കൃതത്തിൽ തുരീയം എന്നുള്ള വാക്കിന് 4ാമത്തത് എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്ഥാനമോ പേരോ ഒന്നും അല്ലത്. 4ാമത്തത് എന്താ? അതിന് പേരില്ല. അതെ, ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഷുപ്തിയുടെയും അപ്പുറത്തുള്ള പൂർണ്ണ അനുഭവം, അവിടേക്ക് ഉയർന്ന പരീക്ഷത്തിന്റെ കഥ കാണിച്ചിട്ടാണ്. പരീക്ഷത്ത് തക്ഷകം കടിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് യാതൊരു ചലനവുമില്ല. അതൊരു എക്സ്ട്രീമാണ്. ബാക്കി ഇപ്പൊ ഈശ്വരാനുഭവം പോലും ബുദ്ധിയുടെ തലത്തിൽ നിന്നിട്ട് ചിലപ്പോൾ നമ്മൾ പ്രവർത്തിച്ച് മാറിപ്പോയേക്കാം. മരണം എന്തൊക്കെ തന്നെ ആയാലും ശരി, ഒരാളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചലനം ഉള്ളിൽ ഉണ്ടാക്കാണ്ടിരിക്കില്ല. അതുപോലും ബാധിക്കാതെ അതുപോലും പൂർണ്ണമായി സ്വീകരിച്ചിട്ടുള്ള ആളാണ്. മരണത്തെ പോലും പൂർണ്ണമായി സ്വീകരിക്കുക എളുപ്പമല്ല. അതൊരു സാധാരണ ഒരാൾക്ക് സാധിക്കണതല്ല. അത് തുരീയാവസ്ഥയിലെത്തിയ പരീക്ഷത്തിന്റെ കഥയാണ്. അസ്പന്ദാസുർ യഥാ തരു. അവിടെ പരീക്ഷത്ത് ആ സമയത്തുള്ള പരീക്ഷത്തിന്റെ ഭാവം കാണിച്ചു. ഒരു ചലനവും ഇല്ലാത്തൊരു മരം പോലെയാണ്. ഒരു തരത്തിലൊരു കാറ്റ് കൊണ്ട് ഒരു ഇല പോലും അനങ്ങാത്ത ഒരു മരം പോലെ എന്നാണ് അവിടെ ഉദാഹരണം പറഞ്ഞത്. സമാധിയിലിരിക്കുന്ന സിദ്ധനെയാണ് അവിടെ കാണിക്കുന്നത്. സാധനയിലൂടെ എത്തിയ ആളാണ് സിദ്ധൻ. നമ്മള് സിദ്ധൻ യോഗി എന്നൊക്കെ പല ദിവ്യസിദ്ധിയൊക്കെ ആയിട്ട് പറയാറുണ്ട്. സിദ്ധൻ എന്നുള്ള വാക്കിന് ശരിക്കും അർത്ഥം സാധനയിലൂടെ എത്തിയയാളാണ് സിദ്ധൻ. ആ സിദ്ധനാണ് പരീക്ഷത്തെന്നാണ് അവിടെ കാണിക്കുന്നത്. ആ ശ്ലോകം കൊണ്ട് അവിടെ കാണിച്ചു വെച്ചത്. തുരീയാവസ്ഥയിലാണ് അദ്ദേഹം. അങ്ങനെ തുരീയത്തിലേക്ക് ഉയർത്തി, അതിനുവേണ്ടിയാണ് ബ്രഹ്മോപദേശം കൊടുക്കുന്നത്. ബ്രഹ്മോപദേശത്തെ സാക്ഷാത്കരിച്ച് തുരീയത്തിൽ എത്തിയ സിദ്ധനാണ് പരീക്ഷത്ത്. ആ തുരീയത്തെയാണ് കാണിച്ചത്. എവിടുന്ന് തുടങ്ങിയതാ യാത്ര? അമ്മയെ അടിച്ചു കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് അമ്മ ആദ്യമേ കണ്ടു ചാടി മരിച്ചത് കൊണ്ട് അമ്മയെ അടിച്ചു കൊന്നില്ലാന്നേ ഉള്ളൂ. ആ ദുന്ധുകാരിയുടെ അവസ്ഥയിൽ നിന്ന് ക്രമത്തിൽ ഉയർന്ന് ഈ തുരീയാവസ്ഥയിലേക്ക് ഇത് നമുക്കും പോകാമെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമുക്കും ഇത് സാധ്യമാണ്. നമുക്ക് എന്ത് വേണം? ശ്രദ്ധ വേണം. നമുക്ക് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഗീതയിലും ശ്രദ്ധയാണ് ഇതിന്റെ പ്രധാനം എല്ലായിടത്തും ആവർത്തിക്കുന്നുണ്ട്. ശ്രദ്ധ ആണ് അതിലെ വിഷയം. ആ ശ്രദ്ധയാകുന്ന ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടോ? നമുക്കും ഇത് സാധ്യമാണ് എന്ന് ക്രമത്തിൽ കാണിച്ചു തരാം. ഭാഗവത സപ്താഹത്തിന്റെ മഹത്വമാണ് ഇവിടെ വിഷയം. ഇത് ഇതേപോലെ തന്നെ വേണമെന്നില്ല. മാസമായിട്ടും 1 മാസമായിട്ട് വായിക്കുന്നവരുണ്ട്, 12 ദിവസമായിട്ടുണ്ട്, 9 ദിവസമായിട്ടുണ്ട്, വാർഷികമായിട്ടുണ്ട് ഒക്കെ ആവാം. പക്ഷെ അപ്പോഴൊക്കെ എന്താ വെച്ചാൽ ഈ ദീർഘം കൊണ്ട് ശ്രദ്ധ നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് മറ്റു വിഷയത്തിൽ പോകണം. അതുകൊണ്ട് സപ്താഹം എന്നൊരു സാധകന് വേണ്ടി കാണിച്ചു തന്നതാണ് എന്നിങ്ങനെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ദുന്ധുകാരിയുടെ കഥയുടെ ഒരു തലം നമ്മൾ തുടക്കത്തിൽ അതാണ് പറഞ്ഞു വെച്ചത്. ഭക്തൻ സാധനയായിട്ട് 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് സാധകൻ ഈ ഭാഗവതത്തെ പ്രയോജനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയമായിട്ട് പറഞ്ഞത്. അത് ഒരു ഭാഗം കാണിച്ചതാണ്. അത് മാത്രമല്ല പല സങ്കല്പങ്ങൾ അതിലുണ്ട്. എന്നിരുന്നാൽ ഇങ്ങനെ നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മാഹാത്മ്യം 1ാമത്തെ അധ്യായം വായിച്ച് നമുക്ക് സമർപ്പിക്കാം. ഔപചാരികമായിട്ട് തുടങ്ങാൻ വേണ്ടി